Praise the Lord. Hallelujah. 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 നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന പരിശുദ്ധന്റെ സന്നിധിയിൽ നമ്മെ തന്നെ മുറ്റുമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 2-ാം ദിനത്തിൽ രാത്രിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ അഭിഷിക്തൻ അനിയൻ വർഗീസ് ദേവദാസനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നമ്മുടെ മധ്യം നിൽക്കുമ്പോൾ കർത്താവ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുവാൻ, കർത്താവ് ഇന്ന് രാത്രിയിൽ ഇടപെടുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിച്ച്, കൃപ അനുഭവിച്ച് പരിശുദ്ധന്റെ നിറവിലായിരിക്കാൻ സ്വർഗം സഹായിക്കണനായി നമുക്ക് ഇന്ന് രാത്രിയിൽ ശക്തമായി നമുക്ക് ദൈവത്തോട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ബേബി ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. പൂർണ്ണമായും നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മെ കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവം, സകലത്തിലും മതിയായ കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഭവിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിയുന്ന ആൾക്കാരെല്ലാവരും തന്നെ വീഡിയോ ഓൺ ആക്കി തന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കണമേ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആദ്യമേ തന്നെ കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ആദ്യമേ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങൾ തീരുമാനിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. ഈ ആഴ്ചയിലെ കർത്താവെ, ഈ വൈകുന്നേര സമയത്ത് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരുവാനും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചവരും കൃപയ്ക്കായി ഞങ്ങൾ വിവിധയിടങ്ങളിൽ കർത്താവെ പലയിടങ്ങളിലായി ഞങ്ങളായിരിക്കുന്നുവെങ്കിലും അവിടുത്തെ സന്നിധി നിങ്ങൾ കർത്താവ് ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങളെ സഹായിച്ചുവല്ലോ. കർത്താവെ വേദപഠനത്തിലേക്ക് ഞങ്ങൾ കർത്താവെ എത്തപ്പെടുന്നു. ഇന്ന് രാത്രി ദൈവവചനം കർത്താവെ പഠിക്കുവാനുള്ള എല്ലാ കൃപകളും ദൈവം ദാനം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ മകനെയും കർത്താവിനായി ഒരുക്കിയല്ലോ കർത്താവ് രാത്രി ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അവിടുത്തെ വചനത്തെ പഠിപ്പിക്കാനുള്ള എല്ലാ അവയും ഉയരത്തിലെ ജ്ഞാനത്താൽ ദാസനെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ യാത്രയിലായിരിക്കുന്നവരുണ്ട്, കർത്താവ് ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവ് എല്ലാവരും അവിടുത്തെ വചനത്തെ കേൾക്കുവാൻ, അവിടുത്തെ കർത്താവ് മാറ്റമില്ലാത്ത വചനത്തെ രുചിച്ചറിയുവാൻ ഇന്ന് രാത്രിയിൽ എല്ലാവരെയും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ രാത്രി നൽകി തന്ന എല്ലാ കൃപകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപകളുമാറാകണമേ. കർത്താവ് വചന പഠനങ്ങളെല്ലാം അനുഗ്രഹമായി കർത്താവ് സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങൾ ഇരുത്തണമേ. പ്രാർത്ഥനയോടെ നികടനായി സ്തോത്രം യേശു നമ്മുടെ നാമത്തിൽ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് നാം ഒരല്പസമയം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നാം എല്ലാവരും ആയിരിക്കുന്ന ഇടത്ത് മ്യൂട്ട് ചെയ്ത് വരുന്ന നമുക്കെല്ലാവർക്കും കർത്താവിനെ പാടി നമുക്ക് ആരാധിക്കാം. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടി പാട്ടുകൾ ആലപിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദത്തിലായിരിക്കാം. അതിനായി കർത്താവിന്റെ ദാസൻ ഫിന്നിയെയും ടീമിനെ ഞാൻ ക്ഷണിച്ചു. Praise the Lord. Hallelujah. Praise the Lord. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ കർത്താവിനെ നാം ആരാധിക്കുവാൻ പോകുകയാണ്. നമ്മുടെ ബൈബിൾ ക്ലാസിൻ്റെ 2-ാമത്തെ ആഴ്ച നാം കർത്താവിനെ നാം ഇരിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനെ നാം ആരാധിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് നമുക്ക് കൈകളെ അടിച്ച് ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. നമ്മെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ അരുമതാന കർത്താവിനെ നാം സ്തുതിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ. സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിയിടുവിൻ. സ്തുതിയുചിതം മനോഹരവും നല്ല
കരുണയിൻ കരചലനം കേട്ടില്ല മാനവരിൽ കാതുകൾ തൻ വചനം കണ്ടില്ല കണ്ണുകളിൽ കരുണയിൻ കരചലനം കേട്ടില്ല മാനവരിൽ കാതുകൾ തൻ വചനം ദേവാദിദേവനി ആരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനാൻ മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ ദേവാദിദേവനി ആരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനാൻ മരിച്ചുയർത്തു ജീവിക്കുന്നു തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സംഗീതമാ പലമുറ നാം പാടിയിടുക പരമനു സങ്കീർത്തനം തലമുറയാ അവൻ നമുക്ക് നല്ലൊരു സംഗീതമാ പലമുറ നാം പാടിയിടുക പരമനു സങ്കീർത്തനം ദേവാദിദേവനി പാരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനാ മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ ദേവാദിദേവനി പാരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനാ മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ ധ്യാനിക്കുവിൻ തൻ കൃപകൾ പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ മാനിതനാം തൻ നാമാ മഹിമകൾ വർണ്ണിക്കുവിൻ ധ്യാനിക്കുവിൻ തൻ കൃപകൾ പുകഴ്ത്തുവിൻ തൻ ക്രിയകൾ മാനിതനാം തൻ നാമാ മഹിമകൾ വർണ്ണിക്കുവിൻ ദേവാദിദേവനെ പാരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ ദേവാദിദേവനെ പാരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനായി മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ സ്തുതിച്ചിടുവിൻ കീർത്തനങ്ങൾ ദേവനു പാടിടുവിൻ സ്തുതിയുചിതം മനോഹരവും നല്ലതുമെന്നറിവിൻ ദേവാദിദേവനി ആരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനാ മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ ദേവാദിദേവനി ആരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലഭനാ മരിച്ചുയർത്തു ജീവിക്കുന്നു നമുക്കാ പുരിയിൽ തനിക്കൊരു വീടും മീവൽ അറവതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ അവൻ പുരിയിൽ തനിക്കൊരു വീടും മീവൽ അറവതൻ കുഞ്ഞുങ്ങൾക്കാ നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ നിന്തിരുവലിപീഠം തന്നെ
അതിധന്യൻ അമയാഹി വാസമൻ നാവികാം ഞാൻ യാഹി വാസമൻ നാവികാം ഞാൻ വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ള ഘോഷിക്കുന്ന ഹൃദയം ജഡമോ ഘോഷിക്കുന്ന ഹൃദയം ജഡമോ അവൻ സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ കണ്ണുനിർ താഴ്വര അതുവഴിയായ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാ ഓ കണ്ണുനിർ താഴ്വര അതുവഴിയായ അവർ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാ അവൻ മുൻമഴ അനുഗ്രഹപൂർണ്ണമാകൂ മുൻമഴ അനുഗ്രഹപൂർണ്ണമാകൂ നാവിക്കും ബലമാം ജലത്തിനുമേൽ ജന്നത്തുമേ വരും സിയോനിൽ ഓ ജന്നത്തുമേ വരും സിയോനിൽ സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ അമയാഹി വാസമൻ നാവികാം യാഹി വാസമൻ നാവികാം ഞാൻ വാഞ്ചിച്ചു മോഹിക്കുമെന്നുള്ള ഘോഷിക്കുന്ന ഹൃദയം ജഡവും ഘോഷിക്കുന്ന ഹൃദയം ജഡവും സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധൻ അവനാമെ സേനയിലധിപൻ ദേവനിലധിയാൽ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ ആമെ സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ അമയാഹി വാസമൻ നാവികാം യാഹി വാസമൻ നാവികാം ഞാൻ വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ള ഘോഷിക്കുന്ന ഹൃദയം ജഡവോ അവൻ ഘോഷിക്കുന്ന ഹൃദയം ജഡവോ അവൻ സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ സേനയിലധിപൻ ദേവനിലധിയാൽ ആശ്രയമേവനുണ്ടോ ആയവനേവനിലും അതിധന്യൻ ക്രിസ്തലോ ഇന്ന് രാത്രി കർത്താവിനെ നാം പാടി ആരാധിക്കും നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ ദൈവത്തെ. പ്രൈസ് ദി ലോർഡ്. നാം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് നാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹിതമല്ല, കർത്താവിന്റെ ഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രൈസ് ദി ലോർഡ് വെളിപ്പെടുന്നത്. ആ ഹിതത്തിന് വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം തുടർന്ന് കേൾക്കാൻ പോകുന്നത് കർത്താവിൻ്റെ വചനമാണ്. ആ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്ത് ആശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. കുരിൽ താഴ്വിൽ കൂടി നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് രാത്രി കേൾക്കുമ്പോൾ ആ കർത്താവിൻ്റെ വചനം നമ്മെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തോടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. വചനം ധ്യാനിക്കുമ്പോൾ
വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ പരിശുദ്ധ പിതാവേ, ഹൃദയത്തോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, അത്രത്തോളം സമയം കർത്താവിനെ പാടി ആരാധിപ്പാൻ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും വചനദാനത്തെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വലിയ വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം നമ്മെ നടത്തിയല്ലോ, ആ ദൈവത്തിന്റെ സകല മഹത്വത്തിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സകല മഹത്വവും കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു രാത്രി. കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ വചനവുമായി ദൈവസ്ഥാനിൽ നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിന്റെ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഇന്ന് രാത്രിയിൽ അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ബൈബിൾ ക്ലാസ്
അത് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസ് ആണല്ലോ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വളരെ അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്. ഇന്ന് രാത്രിയിലും അപ്രകാരമായിരിക്കാൻ തക്കോണം കർത്താവ് സഹായിക്കട്ടെ. അനേകര് യൂട്യൂബിൽ കൂടെ അനേകര് മീറ്റിംഗ് കേൾക്കുവാനും ഈ ക്ലാസ് കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. നല്ല അഭിപ്രായങ്ങളാണ് മറ്റുള്ളവരിൽ നിന്ന് കേൾപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. ദൈവസഭയ്ക്കും കേൾക്കുന്നവർക്കും ഒരു വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയത്തിൽ നിന്ന് ഇന്ന് രാത്രിയിലും സംസാരിപ്പാൻ കർത്താവിന്റെ അഭിഷിക്തൻ അനിയൻ വർഗീസിനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ റേച്ചാന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിരുപാദത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. കാരുണ്യവാനും സ്നേഹാനദിയുമായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമനയോട് കർത്താവിന്റെ തിരുസന്നിധാനത്തിൽ കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പകൽക്കാലം ഞങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങളിലും ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളൊക്കെയും കർത്താവിന്റെ പൊന്നുകൃപയാൽ ഞങ്ങളെ കാത്തതോർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങേ സ്തുതിപ്പാനും അങ്ങേ പാടി പുകഴ്ത്തുവാനും ഒരുക്കിയ സാവകാശനായി സ്തുതിക്കുന്നു. ശേഷിക്കുന്ന സമയം കർത്താവിന്റെ തിരുവചനത്തിൽ നിന്ന് കർത്താവെ ആധികാരികമായി സംസാരിക്കുന്ന പ്രിയദാസനിലൂടെ കർത്താവെ സ്തോത്രം ഞങ്ങൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നു. പൊന്നുതിരുമേനി സ്തോത്രം, സകലത്തിനും കാരണഭൂതനായ ദൈവത്തിന്റെ നൽപ്രവർത്തികളെ കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്ന പ്രിയദാസൻ അടിയങ്ങൾക്ക് ഈ കർത്താവെ വൈറൽ ക്ലാസ് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഞങ്ങളോടൊപ്പം അനേകര് കർത്താവെ തിരുവചനത്തെ ശ്രമിപ്പാൻ സ്വർഗമിടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷകൾ കർത്താവെ തിരുസന്നിധാനത്തിൽ കർത്താവ് ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അഭിഷക്തനെ കർത്താവെ തിരുവചനത്തിന്റെ നിറവിൽ നിന്ന് കർത്താവെ ഞങ്ങളോട് ആധികാരികമായി പഠിപ്പിപ്പാൻ ആവശ്യമായ കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊണ്ടതോർത്ത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. കരങ്ങളെ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ വചനവുമായിട്ട് നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഓർത്ത് കർത്താവിന്റെ ദാസൻ. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ചർച്ച് ഓഫ് ഗോഡ് ഷാർജ ഫുൾ ഗോസ്പൽ ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കും, വിശേഷാല് അവിടുത്തെ പാസ്റ്ററായിരിക്കുന്ന ജോൺ മാത്യു അവർകൾക്കും അതുപോലെ പാസ്റ്റർ ബിജു ബേബി അവർകൾക്കും കുടുംബത്തിനും ഒക്കെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആ സ്ഥലം സഭയിലെ സഹോദരി സഹോദരന്മാർ, യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ തിരക്കിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. പലരും ജോലി കഴിഞ്ഞ് യാത്രയിലും ബദ്ധപ്പാടിലും അധ്വാനത്തിനു ശേഷവും ഒക്കെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം, ദൈവവചനത്തോടുള്ള സ്നേഹം നിമിത്തം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച, പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവദാസന്മാരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ദൈവഹിതമായാൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്ന സഭകൾക്കുള്ള ദൂതാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനൊരു മുഖവുരയായി 1-ാം അധ്യായം ഒന്ന് ഓടിച്ച് ചിന്തിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാമെന്നാണല്ലോ നാം കരുതുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 1-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് ലളിതമായിട്ടൊന്ന് ചിന്തിപ്പാൻ കർത്താവ് കൃപ തന്നു. ഇന്ന് അതിന്റെ ശേഷമുള്ള ഭാഗം ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ പുസ്തകത്തിന്റെ ഒരു മുഖവുരയായി, ആമുഖമായി ഇരിക്കുന്നത്. 4-5 വാക്യങ്ങളിൽ ഒരു ഗ്രീറ്റിംഗ്സ് ആണ് നമ്മൾ കാണുന്നത്. കൃപയും സമാധാനവും ത്രിയേക ദൈവത്തിൽ നിന്നുണ്ടാകട്ടെ എന്ന് നാം വായിക്കുകയുണ്ടായി. 6-ാം വാക്യത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് നാം ഓർക്കുകയുണ്ടായി. 7-ാം വാക്യത്തിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് വന്ന് നമ്മെ ചേർത്ത് 7 വർഷം കഴിഞ്ഞു, കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞ് കർത്താവ് സഭയുമായി ലോകത്തിലേക്ക്, ഭൂമിയിലേക്ക് വരുന്ന മഹത്വ പ്രത്യക്ഷതയെ പറ്റിയാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. 8-ാം വാക്യത്തിൽ ആദ്യനും അന്ത്യനുമായ യേശു കർത്താവിനെ അവതരിപ്പിക്കുകയാണ്.
9-ാം വാക്യത്തിൽ ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം എഴുതിയത് ആരാണെന്നും എവിടെ വെച്ച് എഴുതിയെന്നുള്ളതും പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 10-ാം വാക്യത്തിൽ ആത്മവിവശതയിലായ യോഹന്നാൻ അപ്പോസ്തലനെയാണ് നമ്മൾ കാണുന്നത്. 11-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് യോഹന്നാൻ അപ്പോസ്തലനോട് സംസാരിക്കുകയാണ്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് 7 സഭകൾക്കും അയക്കുക എന്ന്. 12-ാം വാക്യത്തിൽ ആ ശബ്ദം കേട്ടപ്പോൾ, ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് യോഹന്നാൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. പിന്നിൽ നിന്നാണ് ആ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കുന്നതായിട്ട് 12-ാം വാക്യത്തിൽ കാണും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോവുകയാണ്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ തേജോമയനായ കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. അഥവാ ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ മഹത്വം ദർശിക്കാൻ കഴിയുന്ന മനോഹരങ്ങളായ ചിന്തകളാണ് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. നമുക്കിനി ഓരോ വാക്യം വായിച്ച് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് 13-ാമത്തെ വാക്യം വായിക്കാം. 1-ാം അധ്യായം 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രന്റെ സദൃശനായവനെയും കണ്ടു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. നാം ദൈവ ശബ്ദം കേൾക്കുമ്പോൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ, അത് ആ നോക്കുക എന്നതിന്റെ അർത്ഥം ആ ശബ്ദം അധികമായി കേൾക്കുവാനും ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുവാനും നാം ആഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തിരിക്കുമ്പോൾ, അവിടേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമുക്ക് തേജോമയനായ കർത്താവിനെ കാണാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരിഞ്ഞു നോക്കി കർത്താവിനെ കണ്ട് ആ കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിപ്പാനും ഇടയായ ദൈവ മക്കളാണല്ലോ ഈ വചനം ശ്രദ്ധിക്കുന്നത്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ യോഹന്നാൻ അപ്പോസ്തലൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാര്യമാണ് 13-ാം വാക്യത്തിൽ തുടർന്നുണ്ട്. 13-ാം വാക്യത്തിൽ ഒരു 7 പൊൻനിലവിളക്ക് കാണുന്നു. ആ പൊൻനിലവിളക്കുകളുടെ നടുവിൽ കർത്താവിനെ കാണുകയാണ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശു കർത്താവിനെ കാണുന്നു. അവിടെ താൻ മാറത്ത പൊൻകച്ച നിലയങ്കി ധരിച്ച് മാറത്ത പൊൻകച്ച കെട്ടിയവനായിട്ടാണ് കാണുന്നത്. നമുക്കതിന്റെ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത് 7 പൊൻനിലവിളക്ക് കാണുകയാണ്. എന്താണ് ഈ പൊൻനിലവിളക്ക് എന്ന് നമ്മൾ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാതെ വെളിപ്പാട് പുസ്തകം തന്നെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ 20-ാം വാക്യം ഒന്ന് വായിച്ചാൽ, അതേ 1-ാം അധ്യായത്തിന്റെ തന്നെ 20-ാം വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു കൽപ്പിച്ചു. നമ്മള് ഇവിടെ കാണുന്ന ആദ്യം തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന 7 പൊൻനിലവിളക്കാണ് കാണുന്നത്. തുടർന്ന് നമ്മളിപ്പോ 20-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ് ഈ നിലവിളക്ക് എന്നുള്ളത്. ആ നിലവിളക്ക് എന്റെ 20-ാം വാക്യത്തിന്റെ ഏറ്റവും ഒടുവിലുണ്ട്. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു. അപ്പൊ സഭയെയാണ് അവിടെ പൊൻനിലവിളക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ഓരോ സ്ഥലം സഭയും പൊൻനിലവിളക്കാണ്. അത് ചിലപ്പോൾ ചെറുതായിരിക്കും, ചിലപ്പോൾ വലുതായിരിക്കും, അംഗസംഖ്യ കൂടുതൽ കാണും, കുറവ് കാണും, അങ്ങനെ വ്യത്യാസമൊക്കെ കാണും. നമ്മൾ ഇനി 2-3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, അവിടെ നന്മ ഒന്നുമില്ലാത്ത സഭയുണ്ട്, നന്മ മാത്രം തിന്മയില്ലാത്ത സഭകളുണ്ട്, അംഗസംഖ്യ കുറഞ്ഞതുണ്ട്, കൂടിയതുണ്ട്. പക്ഷെ അവരെ എല്ലാം പൊൻനിലവിളക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം കൂടി വരുന്ന സ്ഥലം സഭകൾ പൊൻനിലവിളക്കാണ്. സ്തോത്രം. ആ നിലയിൽ തന്നെ മനസ്സിലാക്കാൻ ഇടയായിത്തീരണം. ഇനിയും പൊൻനിലവിളക്ക് എന്നുള്ളതിൽ 3 പദങ്ങൾ ചേർന്നതാണത് ഈ പൊൻനിലവിളക്ക്. 1 പൊന്ന്, 2 നിലം, 3 വിളക്ക്. അത് മാത്രം വിശദീകരിക്കാം. പൊൻനിലവിളക്കിനെ കുറിച്ച് പറയുമ്പോൾ സമാഗമന കൂടാരത്തിലെ തങ്കവിളക്കിനെ പറ്റിയും ആ തങ്കവിളക്കിന്റെ വിശദീകരണമൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത്രയും വിശാലമായി നമ്മൾ പോകുന്നില്ല. ഈ 3 വാക്കുകൾ മാത്രം. അപ്പൊ 1 പൊന്ന് എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ,
വിലമതിക്കാനാവാത്തതെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് സമാഗമന കൂടാരത്തിലെ തങ്ക വിളക്ക് ഉണ്ടാക്കുന്നത് തനി തങ്കം കൊണ്ടാണ് എന്ന് മാത്രമല്ല 50 കിലോ സ്വർണം കൊണ്ടാണ് ആ വിളക്ക് ഉണ്ടാക്കുന്നത്. 50 കിലോ സ്വർണം. അത് അടിപ്പ് പണിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, എന്ന് വെച്ചാൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം 50 കിലോ സ്വർണത്തിന്റെ വില എത്രയെങ്കിലും ആയിട്ട് ഒരു 20 കോടി വരുമെന്ന് സങ്കല്പിക്കുക. അത് വിളക്കായി വരുമ്പോൾ അതിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. വില മതിക്കാനാവാത്തതാണ്. അത് വിളക്കായി ഹാൻഡ് മെയ്ഡായി കൈകൊണ്ട് അടിപ്പ് പണിയായത് ഉണ്ടാക്കി വരുമ്പോൾ വില മതിക്കാനാവുകയില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഭ പൊന്നാണ് എന്ന് പറഞ്ഞാൽ വില മതിക്കാനാവാത്തതാണ് സഭ. അത് നമ്മളെ എല്ലാം ഓർമ്മയിലുണ്ടായിരിക്കണം. ആ സ്നേഹവും ആ ബഹുമാനവും നമുക്ക് ദൈവസഭയോടുണ്ടായിരിക്കണം. നാം കൂടി വരുന്ന ദൈവസഭ അത് പൊന്നാണ്, വിലമതിക്കാനാവാത്തതാണ്. ഇതിന് ഈസി ആയിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ സഭയെ വിലയ്ക്ക് വാങ്ങിയത് യേശു ക്രിസ്തുവിന്റെ വില മതിക്കാനാവാത്ത രക്തം കൊണ്ടാണ്. നമ്മള് പത്രോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്ന വിലയേറിയ എന്നാണ്. അത് ഇംഗ്ലീഷിൽ പ്രഷ്യസ് എന്നുള്ള വാക്കാണ്. പ്രഷ്യസ് എന്നുള്ള വാക്ക് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ വിലയേറിയ എന്നല്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ വില മതിക്കാനാവാത്ത എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒന്നാമത് ഓർക്കുക, ദൈവസഭ വിലമതിക്കാൻ ആവാത്തതാണ്. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളായി നമുക്ക് കൂടി വരാൻ ഇടയാകുമ്പോൾ നാം കൂടി വരുന്ന സ്ഥലം സഭകൾ വിലമതിക്കാനാവാത്തതാണെന്ന് എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ സ്നേഹം, ആ ബഹുമാനം, ആ ഭയഭക്തി, ആ മഹത്വം ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് നില എന്നുള്ളതാണ്. നിലവിളക്ക്, അതിന്റെ നില അഥവാ നിലം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വിളക്ക് ഇപ്പോൾ നിലത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിലത്ത് വെക്കുന്ന വിളക്കിനെയാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. തൂക്കുവിളക്കുണ്ട്, ചിലത് തൂക്കിയിട്ടേക്കും, അത് തൂക്കുവിളക്കാണ്. പക്ഷെ ഇത് നിലവിളക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പോൾ സഭ നിലത്താണ്, ഇപ്പോൾ സഭ ഭൂമിയിലാണ്, അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇത് എന്നും ഭൂമിയിലായിരിക്കുകയില്ല. ഇത് വളരെ താമസിയാതെ സഭ നിലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. പക്ഷെ ഇപ്പോൾ ഇത് നിലത്താണ് ഇരിക്കുന്നത്, ഭൂമിയിലാണ് ഇരിക്കുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ സ്ഥലം സഭയ്ക്ക് വേണ്ടി നമ്മൾ ചെലവായി പോകണം. നമ്മുടെ അധ്വാനം, നമ്മുടെ കഴിവുകള്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ദൈവം തരുന്നതാണ്. അതെല്ലാം ആ സഭയ്ക്ക് പ്രയോജനമാകുമാറ് നമ്മൾ വിനിയോഗിക്കണം എന്നുള്ള അനുഗ്രഹീതമായ ഒരു ആശയമാണ്. അത് നിലത്തിരിക്കുന്നിടത്തോളം കാലമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അനേകരെ സ്ഥലം സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്കിടയാകണം. അതാണ് നിലവിളക്ക് എന്നതിൽ നിലത്ത് വെച്ചിരിക്കുന്നു എന്ന നിലയിലുള്ള അർത്ഥം. മൂന്നാമത്തേത് വിളക്ക് എന്ന വാക്കാണ്. വിളക്ക് നമുക്കറിയാം, അത് പ്രകാശം ചൊരിയാൻ വേണ്ടിയിട്ടാണ് വിളക്ക്. ഓരോ സ്ഥലം സഭയെയും ദൈവം എവിടെ വെച്ചിരിക്കുന്നു അതിനു ചുറ്റും പ്രകാശം പരക്കണം, ആത്മീക പ്രകാശം പരക്കണം. ലോകം മുഴുവൻ അന്ധകാരമാണ്, അത് നമുക്കറിയാമല്ലോ. അന്ധകാരമാണ് ഈ ലോകം. അവിടെയായിട്ട് ഈ വിളക്ക് വെച്ചിരിക്കുകയാണ്. അവിടെ ചുറ്റും പാർക്കുന്ന അന്ധകാരത്തിൽ വസിക്കുന്നവർ അത്ഭുത പ്രകാശത്തിലേക്ക് വരണം. അതാണ് നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരണം. അപ്പോൾ പൊൻനിലവിളക്ക് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സ്ഥലം സഭകളെ ഉദ്ദേശിച്ചാണ്. അത് വിലമതിക്കാനാവാത്തതാണ്. അത് ഇപ്പോൾ ഭൂമിയിലാണ്. അത് പ്രകാശം പരത്താൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് സഭ പ്രകാശം പരത്തുക എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുമാണ് ആ പ്രകാശം പരത്തേണ്ടത്. കാരണം നമ്മളെയും കർത്താവ് വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ചുറ്റുപാട് നമ്മൾ ഇടപെടുന്നവരൊക്കെ അവരിൽ ആരെങ്കിലുമൊക്കെ ഇരുട്ടിലാണ് ഇപ്പോഴും ഇരിക്കുന്നതെങ്കിൽ അവർ അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ മുഖാന്തരമായി തീരണം. ദൈവം നമ്മെ ആ നിലയിൽ സഹായിക്കട്ടെ. അപ്പം കണ്ടത് ആദ്യം 7 പൊൻനിലവിളക്കാണ് കാണുന്നത്. ഇനി ആ വിളക്കുകളുടെ നടുവിൽ നമ്മൾ യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്. അവിടെ അതിമനോഹരമായ ഒരു പ്രയോഗമുണ്ട്, മനുഷ്യപുത്രൻ എന്നുള്ളത്. മനുഷ്യപുത്രൻ എന്നുള്ളതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവപുത്രനാണ്,
പക്ഷെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. അത് ഒരു ചെറിയ കാര്യം അല്ല എന്നോർക്കണം. നമ്മുടെ കർത്താവ് ദൈവമാണ്, ദൈവം ആത്മാവാണ്. ആത്മാവിന് ശരീരമില്ല, ആത്മാവിന് രക്തമില്ല, ഒന്നുമില്ല. അത് നമുക്കറിയാമല്ലോ, ആത്മാവാണ്. എന്നാൽ യേശുക്രിസ്തു ഇന്ന് നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. പക്ഷേ അത് ആത്മാവായിട്ടാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. പക്ഷെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നമ്മൾ പാട്ടുകൾ പാടുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം. പക്ഷെ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, കാരണം ആത്മാവായിട്ടാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നു. മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യ ശരീരത്തിലാണ് വന്നത്, ശരീരവും രക്തവും ഉള്ളവനായി. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിലും ഉണ്ടത്. യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിലും ആ കാര്യം പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ജഡവും രക്തവും കൊണ്ടുവന്നത് എന്ന് കൂടെ നമ്മൾ അറിയണം. ആ മനുഷ്യപുത്രനെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മളും കാണണം മനുഷ്യപുത്രനെ. മനുഷ്യപുത്രൻ ജഡവും രക്തവുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്തിനാ ജഡം കൊണ്ടുവന്നത്? നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ഒരു ശരീരം വേണം. അതിന് ശരീരവുമായിട്ടാണ് വന്നത്. നമുക്ക് മറുവില കൊടുക്കുവാനായിട്ട് വിലമതിക്കാനാവാത്ത എന്തെങ്കിലും ഒന്ന് വേണം. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവന്റെ വില അല്ലെങ്കിൽ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ഈ ലോകത്തെക്കാൾ അപ്പുറമാണ്. അപ്പൊ ഈ ലോകം മുഴുവൻ കൊടുത്താൽ ഒരാളെ നേടാൻ പറ്റത്തില്ല, ഒരാളെ വാങ്ങാനായിട്ട് പറ്റുകയില്ല, ഒരാൾക്ക് മറുവിലയാകുകയില്ല. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കിന്, ഇന്ന് 800 കോടി, എത്രയോ കോടികൾ മരിച്ചുപോയി, കർത്താവ് വരാൻ താമസിച്ചിട്ട് എന്തുമാത്രം ജീവിക്കും. അതിനെല്ലാം മറുവിലയായി തീരണമെങ്കിൽ, അവരെ എല്ലാം വിലയ്ക്ക് വാങ്ങണമെങ്കിൽ വില മതിക്കാനാവാത്ത ഒന്ന് വേണം. അത് യേശുക്രിസ്തുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധ രക്തമാണ്, നിഷ്കളങ്ക രക്തമാണ്, നിർദോഷ രക്തമാണ്, പുണ്യാഹ രക്തമാണ്, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് എന്ന് മാത്രമല്ല, അത് സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അപ്പൊ ആ രക്തവും കൊണ്ട് ലോകത്തിലേക്ക് വന്നു. അപ്പൊ ശരീരവും രക്തവും മനുഷ്യപുത്രനായി വന്നു. അപ്പോൾ കർത്താവിനെ നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോഴൊക്കെ അത് നമ്മൾ ഓർക്കണം. അങ്ങനെ വന്നേ മതിയാകെയുള്ളൂ. കർത്താവ് വേറെ തരത്തിൽ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, 2 പ്രമാണങ്ങൾ ദൈവവചനത്തിലുണ്ട്. വചനം ആദിയിലുള്ളതാണെന്ന് ഓർക്കണം. എന്ന് ദൈവമുണ്ടോ അന്നേ വചനമുണ്ട്. അപ്പൊ 2 പ്രമാണങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റോമാലേഖനത്തിൽ കാണുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണം. അപ്പോൾ പാപത്തിന്റെ ശിക്ഷയായി മരണം സംഭവിക്കണം. ദൈവത്തിന് മരിക്കാൻ പറ്റത്തില്ല. ദൈവം മരണമില്ലാത്തത്. അപ്പൊ മനുഷ്യപുത്രനായി വന്നേ പറ്റത്തുള്ളൂ മരിക്കണമെങ്കിൽ. അപ്പൊ വേറെ മാർഗമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നു. ഒന്നും ചെറിയ കാര്യമല്ല. ഒക്കെ വിശദീകരിച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. അപ്പൊ ഒന്ന്, മരിക്കണം എങ്കിൽ മനുഷ്യനായി വന്നേ പറ്റുകയുള്ളൂ, മനുഷ്യപുത്രനായി വന്നേ പറ്റുള്ളൂ. 2, നമ്മള് തിരുവഴുത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ എബ്രായലേഖനത്തിലും ഒക്കെ ഉണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞ്, അത് വചനമാണ്, അതിനൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പൊ രക്തം ചൊരിയണമെങ്കിൽ രക്തമുള്ളവനായി രക്തവുമായി വരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കുക, ഈ 7 പൊൻനില വിളക്കിന്റെ നടുവിൽ, അതായത് ഈ സ്ഥലം സഭകൾ, ഇപ്പം 2-3 അധ്യായങ്ങളിലാണ് നമ്മൾ ആ 7 സ്ഥലം സഭകൾ. അതിന്റെ നടുവിൽ യേശു കർത്താവിനെ കാണുകയാണ്, മനുഷ്യപുത്രനെ കാണുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. എനിക്ക് വേണ്ടി, മാനവജാതിക്ക് വേണ്ടി മനുഷ്യപുത്രനായി വന്ന യേശു കർത്താവിനെ. ഇനിയും യേശു കർത്താവിനെ അവിടെ വർണ്ണിച്ചിരിക്കുന്നത് ചില കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്ന്, നിലയങ്കി ധരിച്ചവനായിട്ടാണ് കാണുന്നത്. നിലയങ്കി കാണിക്കുന്നത് പൗരോഹിത്യത്തെയാണ്. പുരോഹിതന്മാർക്കാണ് നിലയങ്കി. നമ്മൾ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകമൊക്കെ വായിക്കാമെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാകും നിലയങ്കി പൗരോഹിത്യത്തെ കാണിക്കുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ഈ ലോകത്തിലേക്ക് വന്നു. അത് എബ്രായ ലേഖനം പഠിക്കാമെങ്കിൽ തന്നെ പൗരോഹിത്യത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ഇനി വരുവാനുള്ള, ഇതുവരെയും തന്നതിനും ഇനി വരുവാനുള്ളതിന്റെ സകല നന്മകൾക്കും കാരണം
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നമ്മയും പിതാവിനെയും തമ്മിൽ നിരപ്പിക്കുവാൻ ഇടയായ അതിമനോഹരമായ ചിത്രമാണ് അതിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. അത് മാത്രമല്ല, എബ്രായലേഖനത്തിൽ തന്നെ 7-ാം അധ്യായം 25-ാം വാക്യം അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പവിത്രൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനെയല്ലോ നമുക്ക് വേണ്ടത്. ചരിത്രത്തിൽ എൻ്റെ ഓർമ്മയനുസരിച്ച് 84ഓളം മഹാപുരോഹിതന്മാരുണ്ടായിട്ടുണ്ട്. അതായത് അഹരോൻ മുതൽ ഹാനാസ് വരെയുള്ള 84ഓളം മഹാപുരോഹിതൻ. അവരാരും ഈ നിലയിൽ പവിത്രനെന്നോ നിർമ്മലനെന്നോ നിർദോഷനെന്നോ പാപികളോട് വേറിട്ടവനെന്നോ സ്വർഗത്തെക്കാൾ ഉന്നതനായെന്നോ പറയാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനെയാണ് നമ്മൾ ആ നിലയങ്കിയിലൂടെ കാണുന്നത്. നമുക്ക് പിതാവായ ദൈവത്തോട് നിരപ്പ് വാങ്ങിച്ചു തന്ന യേശുക്രിസ്തുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പിന്നീട് അവിടെ നമ്മൾ പിന്നെയും കാണുന്നത് 1-2 കാര്യങ്ങളുണ്ടല്ലോ. മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ടാണ് നമ്മൾ കാണുന്നത്. മാറത്ത് പൊൻകച്ച. ആ പൊൻകച്ച കാണിക്കുന്നത് തൻ്റെ മഹത്വത്തെയാണ്. തൻ്റെ മഹത്വത്തിന് ഒരു കുറവുമില്ല. തൻ്റെ മഹത്വം പൂർവാസ്തിക്യത്തിലും ഇപ്പോഴും എന്നും തൻ്റെ മഹത്വത്തിന് യാതൊരു കുറവുമില്ല. അതാണ് പൊൻകച്ച കെട്ടി എന്ന് പറയുന്നത്. പക്ഷേ മാറത്ത് പൊൻകച്ച കെട്ടി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അർത്ഥവ്യത്യാസമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, മാറത്ത് പൊൻകച്ച, മാറത്ത് കച്ച കെട്ടുന്നത് സ്ത്രീകളാണ് എന്ന് കാണാൻ കഴിയും. അതിലൂടെ വെളിപ്പെടുന്ന ഒരു സത്യം എന്താണെന്നറിയോ? ഒരു മാതൃഹൃദയമുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ ഓർത്താൽ അറിയാം, അതൊരു മാതാവിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത. ആ സ്നേഹത്തിന്റെ ഒരു വശമാണത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പൊ 13-ാം വാക്യത്തിൽ 7 പൊൻനിലവിളക്ക് സഭയാണത്. അതിന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അതിന്റെ നടുവിൽ മനുഷ്യപുത്രൻ എന്നതിലൂടെ നമ്മൾ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനപ്പുറമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് തന്റെ പൗരോഹിത്യത്തെ കുറിച്ച്. അതുകൂടാതെ മാറത്ത് പൊൻകച്ച കെട്ടിയ കാര്യം, കർത്താവിന്റെ മഹത്വം ഈ നിലയിൽ ദർശിച്ചുകൊണ്ട് തന്റെ പാദത്തിൽ വീണ് തന്നെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, ആരാധിക്കുക, തനിക്ക് വേണ്ടി ജീവിക്കുക. കർത്താവിന് വേണ്ടി വേണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം മുഴുവൻ. വേറൊന്നിനു വേണ്ടിയിട്ടും ആയിരിക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ആയിരിക്കണം. നമ്മൾ ഓവർടൈം ചെയ്യുന്നത് കർത്താവിന് വേണ്ടി ആയിരിക്കണം. നമ്മൾ പഠിക്കുന്നത് എന്ത് ചെയ്താലും അതെല്ലാം കർത്താവിന് വേണ്ടി ആയിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് ഓർപ്പിച്ച് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 14 നമുക്കൊന്ന് വായിക്കാം. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉരയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. മതി. നമുക്ക് അതിൽ 3 കാര്യം വേണമെങ്കിൽ എടുക്കാം. നമുക്ക് 2 കാര്യം അതിൽ നിന്ന് എടുക്കാം. 14-ാം വാക്യത്തിൽ കർത്താവിന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. മറ്റൊന്ന് കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത. ഈ 2 കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് നോക്കാം. അടുത്ത വാക്യത്തിൽ നമുക്ക് അടുത്ത കാലിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ കണ്ട തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം. തലയും തലമുടിയും ഹിമത്തോളം വെണ്മ. തലയും തലമുടിയും എന്ന് പറഞ്ഞാൽ, തലമുടി എന്ന് പറഞ്ഞാൽ പുറം, തലയെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ അകത്തെ കാര്യമാണ്. അപ്പൊ അകമയും പുറമെയും പരിശുദ്ധനായ കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. പുറമേ മാത്രമല്ല, അകവും പരിശുദ്ധമാണ്. അതിന് തെളിവാണ് ഹിമം എന്നുള്ളത്. ഹിമം എന്ന് പറയുന്നത് മഞ്ഞാണ്, പ്രധാനമായിട്ടും മഞ്ഞാണ്. നമ്മൾ മഞ്ഞ് ദേശത്ത്, മഞ്ഞ് രാജ്യത്തൊക്കെ ചെന്നാൽ ചിലപ്പോൾ 1 അടി 2 അടി 3 അടി 4 അടി ഒക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം. മഞ്ഞിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാത്രിയിൽ നമ്മൾ നോക്കിയാലും ഈ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ ഒരു പ്രകാശം കാണാൻ കഴിയും. രാത്രിയിലാണെങ്കിലും ഒരു ഈ മഞ്ഞിന്റെ തന്നെ ഒരു പ്രകാശം. ഇനി മറ്റൊരു കാര്യം, മഞ്ഞിന്റെ പ്രത്യേകത, അതിന്റെ പുറം വെണ്മയായിരിക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ അകം മുഴുവൻ. ഇതാണ് ഈ മഞ്ഞിന്റെ, ഹിമത്തിന്റെ പ്രത്യേകത. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണ്. അകമയും പുറമെയും ഒരുപോലെ പരിശുദ്ധനായ കർത്താവ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വാക്യം വായിക്കുന്നത് നന്നായിരിക്കും. യാക്കോബിന്റെ ലേഖനം, യാക്കോബ് 1:13 ഒന്ന് വായിച്ചാൽ. യാക്കോബ് 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ ചിന്ത കിട്ടും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, പരീക്ഷിക്കുന്നുമില്ല.
ഇല്ല. അവിടെ അതിന്റെ എല്ലാ ഭാഗവും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം നമ്മള് ഇവിടെയാണല്ലോ വെളിപ്പാട് പുസ്തകമാണല്ലോ പഠിക്കുന്നത് കൊണ്ട് ആ ഒരു ഭാഗം മാത്രം എടുക്കുന്നു. അവിടെ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്നുള്ള വാക്ക കർത്താവിനെ പറ്റി പറയുകയാണ്. കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? താൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകില്ല. നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവും, യേശു ക്രിസ്തു ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. അത് ശരിയാണ്, ആ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ ഭാഗം പ്രത്യേകമാണ്. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ. ഇനി ഞാനതിന്റെ ലളിതമായ അർത്ഥം പറയാം. നമ്മളൊക്കെ അഥവാ പാപം ചെയ്യുന്നില്ലെങ്കിലും, പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 1 യോഹന്നാൻ 1:8 പറയുന്നത് നമ്മെ തന്നെ വഞ്ചിക്കുന്ന വന്നു പോകാറുണ്ട്. ചില തെറ്റുകളൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാൽ പോലും തെറ്റുകളൊക്കെ വന്നു പോകാറുണ്ട്. അത് വന്നു പോകുമെന്നുള്ളത് കർത്താവിനെ അറിയുകയും ചെയ്യാം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പോലും, പാപം ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പാപം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവമക്കൾ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നില്ല, പക്ഷെ ടെൻഡൻസി ഉണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കാര്യം എന്താണെന്നറിയാമോ? അങ്ങനെ ഒരു ടെൻഡൻസിയേ ഇല്ല എന്നുള്ളതാണ്. പാപം ചെയ്യാനുള്ള, അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് ഓർത്താൽ മതി. ആ വാക്യം വായിക്കണമെന്നില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം, നമുക്ക് കാണാതറിയുന്ന വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത്, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനെന്ന്. വിശക്കുന്ന കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വേർപ്പിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ദാഹത്തിന്റെ കാര്യത്തിലൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മൾ പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെടുന്നവരാണ്. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പം അകമേയുള്ള പരിശുദ്ധിയാ കാണുന്നത്. അങ്ങനെ പോലും ഒരു പാപം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാത്ത പരിശുദ്ധി, അതാണ് യേശു കർത്താവിന്റെ പരിശുദ്ധി. അതുകൊണ്ടാണ് ആ ഹിമം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അവിടുന്ന് ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. കർത്താവ് നമ്മളെ രക്ഷിക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്നത്, നമ്മെ വെണ്മയാക്കുന്നത് അകവും പുറവും ഒരുപോലെയാണ്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ചില കറയും മാലിന്യവും ഒക്കെ വരാറുണ്ട്. പക്ഷെ രക്ഷിക്കപ്പെടുമ്പോൾ ആ സമയത്ത് നമ്മളെ സ്വർഗത്തിലെ ദൈവം അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കും, അകവും പുറവും. വേറൊരു വാക്ക് പറഞ്ഞാൽ നമ്മുടെ ജന്മപാപവും കർമ്മപാപവും ഒരുപോലെ പരിഹരിച്ചുകൊണ്ടാണ് കർത്താവ് നമ്മളെ പാപമോചനത്തിലേക്ക് കൊണ്ടുവരുന്ന, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തലയും തലമുടിയും, അകവും പുറവും എന്ന ആശയമാണ് അതിലൂടെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം കൂടെ കർത്താവിനെ കുറിച്ച് അവിടെ നമ്മൾ വായിച്ചത്, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്നാണ്. കർത്താവിന്റെ കണ്ണിന്റെ പ്രത്യേകതയാണ്, അത് അഗ്നിജ്വാലയ്ക്ക് ഒത്തതാണ്. എന്താണ് അഗ്നിയുടെ പ്രത്യേകത? അഗ്നിയുടെ പ്രത്യേകത എന്താ? അഗ്നിയുടെ പ്രത്യേകത, നമ്മള് തടിയായാലും വിറകായാലും കരിയിലായാലും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ അതിന്റെ പുറത്ത് തീ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തി 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 അങ്ങ് ഉള്ളിലേക്ക് ചെല്ലും എന്നുള്ളതാണ്. അകം വരെ കാണും എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന്റെ കണ്ണിന്റെ പ്രത്യേകത, നമ്മുടെ പുറം മാത്രമല്ല കാണുന്നത്. നമുക്കൊരാളെ നോക്കിയാൽ പുറം മാത്രമേ കാണാൻ പറ്റൂ. അവരുടെ മുഖം കാണാം, മുഖത്ത് കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാം, അവരിട്ടിരിക്കുന്ന വസ്ത്രം കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ കർത്താവ് ഈ പുറമേ ഉള്ളത് മാത്രമല്ല അത് കാണാം, അകം കാണുന്ന കർത്താവാണ്. അതാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ്. നമ്മള് ലൂക്കോസ് 5:22 വായിക്കുന്നു, അവൻ അവരുടെ ചിന്തകളെ അറിയുന്നു, ചിന്തകൾ പോലും അറിയുന്ന. 139 സങ്കീർത്തനത്തിൽ ദൂരത്തിരുന്ന് നിരൂപണങ്ങൾ അറിയുന്ന കർത്താവ്. എത്ര മനോഹരമാണത്. അപ്പോൾ കർത്താവിന്റെ കണ്ണ് നമ്മുടെ അകം അറിയുന്ന കണ്ണാണ് എന്ന് പറയുമ്പോൾ, അകം കാണുന്ന കണ്ണാണ് എന്ന് പറയുമ്പോൾ ഓർക്കണം, നമ്മുടെ ആരോടും പറയാത്ത സങ്കടങ്ങൾ,
നമ്മുടെ ഈ സങ്കീർത്തനങ്ങൾ 56:8 ഒരു പ്രത്യേക വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 56:8. നീ എൻ്റെ ഉഴർച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് മതി. അത് നിന്റെ ഉഴൽച്ചകളെ അറിയുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ ഉഴൽച്ചകൾ, അതിന്റെ ആശയം നമ്മുടെ അകത്തെ വേദന, വിങ്ങൽ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മൾ അങ്ങനെ പുറത്താരെയും അറിയിക്കാതെ നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സങ്കടങ്ങളുണ്ട്. നമുക്കത് അധികം പേർക്കും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിവിധ പ്രതിസന്ധികൾ, വിവിധ പ്രശ്നങ്ങൾ, അത് ഇന്നതെന്നില്ല, ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ഇത് മുഴുവൻ അറിയുന്ന ഒരു കർത്താവ്. നമ്മൾ പ്രത്യേകിച്ച് പറയാതെ തന്നെ ഈ കണ്ണിന്റെ പ്രത്യേകത അതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉഴൽച്ചകളെ, അതിന്റെ വേദനകളെ, അതിന്റെ വിങ്ങലുകളെ, ആരോടും പറയാൻ കഴിയാത്ത, പറഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത വിവിധമായിട്ടുള്ള വിഷമങ്ങൾ അറിയുന്ന ഒരു കർത്താവ്. ദൈവത്തിന് സ്തോത്രം. ആ കണ്ണിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൃദയത്തിന്റെ സകല വേദനകൾ പറയും. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, നമ്മൾ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കാണാൻ ആ കണ്ണിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഗൗരവത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മള് 2 കൊരിന്ത്യർ 1:3 വായിക്കുന്ന ഒരു വാക്യമുണ്ട്. അവിടെ മനസ്സലിയുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവം എന്നൊരു പ്രയോഗമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞ് എത്രയോ കാര്യങ്ങൾക്കാണ് നമുക്ക് ആശ്വാസം തന്നുകൊണ്ടിരിക്കുന്നത്. ചിലതൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടല്ല. നമ്മുടെ ഹൃദയത്തിന്റെ ആ ഭാരം കർത്താവിനറിയാം. എത്രയോ രോഗങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ച് സൗഖ്യം തരുന്നത് കൂടാതെ നമ്മൾ പ്രാർത്ഥിച്ചതേ ഇല്ല, നമ്മൾ അറിഞ്ഞു പോലും കാണത്തില്ല. നമ്മുടെ ശരീരത്തിൽ വന്ന രോഗങ്ങൾ, ചില വേദനകൾ, വിഷമങ്ങളൊക്കെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇല്ല. അത് സ്വർഗത്തിലെ ദൈവം തന്നെ അറിഞ്ഞങ്ങ് ചെയ്യുന്ന കാര്യമാണ്. മഹത്വമുള്ള ആ ദൈവത്തിനായി സ്തോത്രം, കർത്താവിനായി സ്തോത്രം. കർത്താവിനെ നമുക്ക് അധികം സ്നേഹിപ്പാൻ ഇത് കാരണമായി തീരട്ടെ. ഇനി നമുക്ക് 15-ാം വാക്യം മറ്റേ 14-ന്റെ ഒടുകൂടെ ചേർത്തങ്ങ് വായിച്ചാട്ടെ. കാൽ എന്ന് തുടങ്ങുന്ന പോലെ വായിച്ചാട്ടെ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. മതി. 2 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം. 2, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ഈ 2 കാര്യങ്ങൾ നമുക്കൊന്ന് വേഗം നോക്കാം. ഒന്ന്, കാല്. അപ്പൊ കർത്താവിന്റെ തലയെ കുറിച്ച് പറഞ്ഞു, കണ്ണിനെ പറ്റി പറഞ്ഞു, അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് വരികയാണ്. ഇപ്പോൾ കാലിനെ പറ്റി പറയുകയാണ്. എന്താ കാലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അത് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശം. അതിന് 3 അർത്ഥങ്ങൾ അതിന് ഉണ്ട്. 3 കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാം. ഒന്ന്, ഉലയിൽ ചുട്ടു പഴുപ്പിച്ചത് എന്ന നിലയിൽ അത് പ്യൂറാണെന്നുള്ള പരിശുദ്ധമായ കാലാണ്. അതാണ് ഒന്ന്. 2, ഉലയിൽ ചുട്ടുപഴിപ്പിച്ചത് സ്ട്രെങ്തൻ ചെയ്താണ്, അത് ശക്തിയുള്ളതാണ് ആ കാല്. 3, അത് ചില ഇംഗ്ലീഷ് പരിഭാഷയൊക്കെ വായിക്കാൻ അറിയാം, പോളിഷ്ഡ് ആണെന്ന് വായിക്കുന്നത്. എന്ന് വെച്ചാൽ സോ അട്രാക്റ്റീവ്. അപ്പൊ 1 പരിശുദ്ധമാണ്, 2 ബലമുള്ളതാണ്, 3 അത് അട്രാക്റ്റീവാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്, നമ്മുടെ കർത്താവിന്റെ പാദങ്ങൾ പരിശുദ്ധമാണ്. കർത്താവിനെ പറ്റി തന്നെ നമ്മൾ പഠിച്ചു, പരിശുദ്ധനാണെന്ന്. ഇനിയും പ്രത്യേകിച്ച് പാദത്തിന്റെ കാര്യം പറയേണ്ടതില്ല. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ആ പാദം ഒരിക്കലും പോകേണ്ടാത്ത ഒരിടത്തേക്ക് പോയിട്ടില്ല. അതാണ് ഒരു പ്രത്യേകത. 2, എവിടെയൊക്കെ ആ പാദങ്ങൾ പോകണമോ അവിടെയെല്ലാം പോയിട്ടും ഉണ്ട്. ആ കാലിന്റെ പ്രത്യേകത അതാണ്, അത് പരിശുദ്ധമായ കാലാണ്. 2, അത് ശക്തിയുള്ളതാണ്, കാല് സ്ട്രെങ്തൻ ചെയ്തതാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവത്തിന് മാത്രമേ ശക്തിയുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഞാനത് പറയാനുള്ള കാരണം ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഞാൻ അതങ്ങ് പറയുകയാണ്. പലരും ധരിച്ചിരിക്കുന്നത് ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിന് മാത്രമല്ല ഈ പിശാചിനും ശക്തി ഉണ്ടെന്നാണ് ഒരുപാട് പേര് ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലരെങ്കിലും ധരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശക്തിയുള്ള ആള്
പിശാചാണെന്നാണ്. സ്നേഹത്തിലും വിനയത്തിലും ഞാൻ ഓർപ്പിക്കട്ടെ, പിശാചിന് യാതൊരു ശക്തിയും ഇല്ല. അത് പെട്ടെന്ന് സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. പിശാചും ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ബൈബിളിൽ തന്നെ ചെയ്തതായിട്ട് കാണുന്നുണ്ടല്ലോ. അതൊക്കെ ദൈവം അനുവദിക്കുന്ന ശക്തിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വയശക്തിയാണ്. നമുക്ക് ശക്തിയുണ്ടോ? നമുക്ക് ശക്തിയുണ്ടോ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നമുക്കൊരു ശക്തിയില്ല. നമുക്കൊരു ശക്തിയില്ല. ദൈവം തരുന്ന ശക്തി മാത്രമേ നമുക്കുള്ളൂ. ആ ശക്തി ഇപ്പൊ പിൻവലിച്ചാൽ നമ്മളൊക്കെ എവിടെ ഇരിക്കുന്ന അവിടെ താഴെ കിടക്കും. ആ ശക്തി ദൈവം അങ്ങ് പിൻവലിച്ചാൽ. ഞാനത് ഒന്നുകൂടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്താം. നമുക്ക് വെളിപ്പാട് പുസ്തകം തന്നെ 19-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കും. 19-1. വെളിപ്പാട് 19-1. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. മതി. സ്വർഗത്തിൽ വലിയൊരു ഘോഷം കേൾക്കുകയാണ്. 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഘോഷിക്കുന്നത്. എന്തൊക്കെയാണത്? 1 രക്ഷ, 2 ശക്തി, 3 മഹത്വം. അല്ലേ? ഓർഡർ അത് തന്നെയാണോ? ഞാൻ പറഞ്ഞതാണോ ഓർഡർ? ഹല്ലേലൂയ. രക്ഷ ശരിയാ, ഞാൻ പറഞ്ഞതന്നെ ഓർഡർ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കിയാൽ, രക്ഷ ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും രക്ഷ തരാൻ കഴിയുമോ? വേറെ ആർക്കെങ്കിലും തരാൻ കഴിയുമോ? നമുക്ക് രക്ഷ തരാൻ ദൈവത്തിനല്ലാതെ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. അപ്പൊ രക്ഷ ആർക്ക് മാത്രമേ തരാൻ കഴിയുള്ളൂ? ദൈവത്തിന് മാത്രം. അടുത്തത് മഹത്വം. ഈ മഹത്വം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ടോ? എന്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്നാ പറയുന്നത്. ദൈവത്തിന് മഹത്വത്തിന് അർഹൻ ദൈവം മാത്രമാണ്. അങ്ങനെയാണ് ശക്തിയോ? ഇത് രണ്ടും ദൈവത്തിന് മാത്രം ഉള്ളതാണെങ്കിൽ ശക്തി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആർക്കുമില്ല, പിശാചിനുമില്ല. എന്നാൽ ദൈവം തരുന്ന അല്ലെ ദൈവം കൊടുക്കുന്ന ശക്തിയുണ്ട്. ദൈവം അനുവദിക്കുന്ന ശക്തിയാണ്. അപ്പൊ സ്വയശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ കർത്താവിന്റെ കാലിന്റെ ഈ ശക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ കർത്താവ് ശക്തനാണ്, സർവശക്തനാണ്. നമ്മുടെ കർത്താവിന് മാത്രമേ ശക്തിയുള്ളൂ. ആ ശക്തിയിലാണ് നമ്മൾ ബലപ്പെടേണ്ടത്. നമ്മുടെ കർത്താവിന്റെ ആ സർവശക്തനായ കർത്താവിന്റെ ശക്തിയിൽ നമ്മൾ ബലപ്പെട്ട് നിൽക്കണം. ഒരുപാട് ആശയങ്ങളുണ്ടത്, നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല. ഭാവിയിൽ നമുക്കറിയാം, സകല ശത്രുക്കളെയും നമ്മുടെ കർത്താവ് കാൽ കീഴാക്കാൻ പോവാൻ. അത്രയ്ക്ക് ശക്തമാണ് ആ കാല്. സകല ശത്രുക്കളെ, പിശാചിനെ ഉൾപ്പെടെ നമുക്കറിയാം. പിശാചിന് ഇപ്പൊ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിശാചിനെ ഭാവിയിൽ, പിശാചിന് സ്വർഗത്തിൽ ചെല്ലാനുള്ള ഒരു അനുവാദം അതും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും സ്വർഗത്തിൽ ചെല്ലാം. മഹാപീഡനകാലത്തിന്റെ മധ്യഭാഗം വരെ സ്വർഗത്തിൽ ചെല്ലാനുള്ള അനുവാദം അവനുണ്ട്. അവിടെ നിന്ന് മിഖായേലും ദൂതന്മാരും കൂടെ അവനെ തോൽപ്പിച്ചു ഭൂമിയിലേക്ക് വിടും. അതിനുശേഷം അവനെ അഗാധകൂപത്തിൽ 1000 വർഷത്തേക്ക് പൂട്ടിയിടും. അതിനുശേഷം അവനെ നരകത്തിലിടും. അവൻ എന്ത് ശക്തിയാ ഉള്ളത്? അതിനോടൊക്കെ എതിർത്ത് നിൽക്കാൻ ഒരു ശക്തിയും ഇല്ല. അപ്പൊ അത് ഓർക്കണം. അപ്പൊ പിശാചിനെ ഒന്നും നമ്മളാരും കയറി പേടിക്കണ്ട. അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ചിലരൊക്കെ ഈ പിശാചിനെ പേടിക്കുന്നവരുണ്ട്. പിശാച് ഏതാണ്ട് ചെയ്തുകളെ. പിശാചിനൊന്നും പറ്റത്തില്ല. പക്ഷേ നാം ദൈവത്തോട് പറ്റി നിന്നില്ലെങ്കിൽ പിശാചിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മളെ ചില ഉപദ്രവങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പൊ കർത്താവിനോട് പറ്റി നിന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ അതാണ് കർത്താവിന്റെ പാദത്തിന്റെ കാലിന്റെ ശക്തിയിലൂടെ നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യം. 3-ാമത്തെ കാര്യം, അത് അട്രാക്റ്റീവ് ആണെന്നുള്ളതാണ്. ആ കാല് വളരെ, അത് പോളിഷ്ഡ് ലെഗ്സ് എന്നാണ് നമ്മൾ ചില ട്രാൻസ്ലേഷൻ വായിക്കുന്നത്. അത്ര മനോഹരമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ കാലിനെ അങ്ങ് അനുഗമിക്കാൻ നമുക്ക് തോന്നും എന്നുള്ളതാണ്. ആ കാലിനെ അങ്ങ് പിൻഗമിക്കാനായിട്ട് നമുക്കങ്ങ് തോന്നും. അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ ഒരു വാക്യം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനങ്ങ് പറയാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ വായിച്ചാട്ടെ. 1 പത്രോസ് 2-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 2:21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഞാനത് മുഴുവനായിട്ട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ
ഒരു മാതൃക വെച്ചേച്ചു പോയി എന്ന് പറഞ്ഞാൽ ആ പാദം പിന്തുടരാൻ നമുക്ക് ആഹ്വാനം തന്നിരിക്കുകയാണ്. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ പാദം പിന്തുടരാൻ അങ്ങ് തോന്നും. അത് വലിയൊരു മാതൃക. ഒത്തിരി ചിന്തകൾ അവിടെയുണ്ട്. പിന്നെ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നത്. അതിനൊക്കെ ഒത്തിരി അർത്ഥം. ഒരു എന്ന് പറഞ്ഞാൽ ഒറ്റ മാതൃകയേ ഉള്ളൂ, നമുക്ക് പിന്തുടരാൻ ഒറ്റ പാദമേ ഉള്ളൂ. അത് കർത്താവിന്റെ പാദം. അതാണ് ആ ഒരു. പിന്നെ അടുത്തത് മാതൃക. മാതൃക എന്നുള്ളതിന്റെ ഒറിജിനൽ നമ്മളതിന്റെ ഇംഗ്ലീഷ് നോക്കിയാൽ, അതായത് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന നോക്കിയാൽ ടൈപ്പ് എന്നുള്ള ഒരു വാക്ക്. ടൈപ്പ് എന്ന് വെച്ചാൽ ആസ് ഇറ്റ് ഈസ് എന്നാണ്. അപ്പൊ കർത്താവിനെ അതുപോലെ പിന്തുടരുവാൻ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കഴിയണം. അത് അങ്ങനെ നമുക്ക് തോന്നും എന്നുള്ളതാണ്. അത്രയും സ്നേഹിക്കുന്നവർക്ക് ആ പാദം പിന്തുടരാൻ തോന്നും. അതാണ് ആ കാലിന്റെ അട്രാക്ഷനിൽ കാണുന്നത്. പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടെ ആ വാക്യത്തിൽ കണ്ടു. 14-ാം വാക്യത്തിൽ കണ്ടത് തന്റെ ശബ്ദത്തെ കുറിച്ചാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ആ ആശയം എന്താന്ന് ചോദിച്ചാൽ സകല ശബ്ദങ്ങളെയും അതിജീവിക്കുന്ന ശബ്ദമാണ്. നമുക്കെല്ലാം അറിയാം. അത് കർത്താവിന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യവും അതിന്റെ മഹത്വവും അറിയാൻ 29-ാം സങ്കീർത്തനം മാത്രം നോക്കിയാൽ മതി. എല്ലാവർക്കും അത് പരിചയം ഉണ്ടാവും. അതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നില്ല. എന്തൊരു ശബ്ദമാണ്! ഈ ലോകത്തിൽ എന്തുമാത്രം ശബ്ദമാണുള്ളത്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സകല മനുഷ്യരിലേക്കും സുവിശേഷം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ശബ്ദം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സംവിധാനം സ്വർഗത്തിലെ ദൈവം ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഭാവിയിൽ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത, കല്ലറകളിലുള്ളവര് എല്ലാം. മരിച്ചവരെന്നുള്ള ആശയം മാത്രമേ ഉള്ളൂ. അത് രണ്ടു കൂട്ടമുണ്ട്. ഒന്ന് കർത്താവിന്റെ മധ്യാകാശ വരവിൽ, മറ്റൊന്ന് വെള്ളസിംഹാസനത്തിന് മുമ്പിലേക്ക് പോകാൻ ആയിട്ട് പുനരുത്ഥാനം ചെയ്യുന്നവരുണ്ട്. അപ്പൊ കല്ലറകളിൽ ഉള്ളവരും കേൾക്കുന്ന ശബ്ദമാണ് കർത്താവിന്റെ ശബ്ദം. അത് സകല ശബ്ദത്തെയും അതിജീവിക്കുന്നതാണ്. ഒരു വാക്കൂടെ പറയുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ ലോകത്തിൽ ഒരു ശബ്ദം കേട്ടില്ലെങ്കിലും കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത് അനുഗ്രഹമാണ്. അത് കേൾക്കുന്നത് അനുഗ്രഹമാ, അംഗീകരിക്കുന്ന അനുഗ്രഹമാ, അതുപോലെ അത് അനുസരിക്കുന്നതും അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹമാണ്. എന്നാൽ അതേസമയം ദൈവശബ്ദം കേൾക്കാത്തതും കേട്ടാൽ അത് അവഗണിക്കുന്നതും അത് അംഗീകരിക്കാതിരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും അപകടമാണെന്ന് മാത്രമല്ല ശാപമാണെന്നറിയണം. എന്ന് പറഞ്ഞാൽ ദൈവം തന്നിരിക്കുന്ന വചനത്തെ അവഗണിക്കുന്നത് അപകടമാണ്. എന്നാൽ അത് കേൾക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. അത് അനുസരിക്കുന്നെങ്കിൽ അത് അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹമാണ്. സ്വർഗത്തിലെ ദൈവം ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്റെ കാലിന്റെ പ്രത്യേകത, തന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത നമുക്ക് ചിന്തിക്കാൻ കർത്താവ് കൃപ തന്നു. ഇനി നമുക്ക് 16-ാം വാക്യം വായിച്ചാട്ടെ. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. മതി. അവിടെ 3 കാര്യങ്ങളുണ്ട്. വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അടുത്ത അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. 2 കാര്യങ്ങൾ. അപ്പോൾ ഒന്ന്, വായിൽ നിന്ന് ഇരുവായ്ത്തല വാൾ പുറപ്പെടുന്നു. മറ്റൊന്ന്, മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു എന്നതാണ്. എന്താണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഇരുവായ്ത്തലയുള്ള വാള് എന്താണ് നമുക്കറിയാം. അത് ദൈവത്തിന്റെ വചനമാണ്. എബ്രായലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനത്തെക്കുറിച്ചാണ് അവിടെ ഇരുവായ്ത്തലയുള്ള വാള് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഞാനത് ആ ഭാഗം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ചിലത് ഓർപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. വായിക്കാതെ ഞാനങ്ങ് വിടട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അല്ലെ വായിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതത്ര അങ്ങോട്ട് ഹൃദയത്തിലോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല. അതുകൊണ്ടാണ് നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 18-ാം വാക്യവും 23-ാം വാക്യവും ഒന്നിച്ച് വായിച്ചിട്ട് പിന്നെ ഒരു ചെറിയ ആലോചന അവിടെ നിന്ന് പറയാം എന്ന് ഞാൻ വിചാരിക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 4-ന്റെ 18-ഉം 23-ഉം. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. എന്നാൽ കാഹളം ഊതുന്നവൻ എൻ്റെ അടുക്കൽ തന്നെയായിരുന്നു.
പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. ഇനി 23 വായിക്കാം. ഞാനോ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാല്യക്കാരോ എൻ്റെ കീഴിലുള്ള കാവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല. കുളിക്കുന്ന സമയത്തും കൂടെയും ആയുധം ധരിച്ചിരുന്നു. അവിടെ ആ 2 വാക്യങ്ങളൊന്ന് ചേർത്ത് ചിന്തിച്ചാട്ട്, പണിയുന്നവർ, പണിയെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാനായിട്ട് നമ്മൾ പോകുന്നില്ല. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വാൾ അവരുടെ കയ്യിലുണ്ട്. വാള് താത്തു വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലാവുമല്ലോ? വാള് അത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അവർ ജോലി ചെയ്യുമ്പോൾ പോലും വാള് താഴെ വെച്ചിട്ടില്ല. പിന്നെ കുളിക്കുമ്പോൾ എല്ലാം താഴെ വെക്കുന്ന സമയമാണ്. പക്ഷെ കുളിക്കുമ്പോൾ കൂടെ ആയുധം താഴെ വെച്ചില്ലെന്നാണ് പറയുന്നത്. അത് ദൈവത്തിന്റെ വചനമാണല്ലോ ഈ വാള് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ അതിന്റെ ആശയം? ദൈവവചനം താഴെ വെച്ച ഒരു കാര്യം നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. അത് ഇനിയും ഏറെ മനസ്സിലാക്കാൻ വേണ്ടി, ഇച്ചിരി എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലര്, വിശ്വാസികൾ തന്നെ ചിലര് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഞാൻ അങ്ങ് വരികയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ബൈബിൾ അങ്ങ് താഴെ വെക്കും. കേട്ടിട്ടുണ്ടായിരിക്കും. അത് വചനം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പറയുന്നത്, ഞാൻ താഴെ വെക്കും. എനിക്ക് അവരോട് പറയാനുള്ളത്, ദയവായിട്ട് ഇത് എടുക്കരുത് എന്നുള്ളത്. ദൈവത്തിന്റെ വചനം, ദൈവ മക്കളാണ്. നമ്മളത് സർവായുധ വർഗത്തെ കുറിച്ചൊക്കെ പഠിച്ചാൽ നല്ലതാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 18 വരെയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത്രയൊന്നും വിശാലമായിട്ട് നമ്മളിപ്പോ പോകുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം താഴെ വെച്ചൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വചനം കുളിക്കുമ്പോഴായാലും കൊള്ളാം, ജോലി ചെയ്യുമ്പോഴായാലും കൊള്ളാം, ഒക്കെ നമ്മുടെ കയ്യിൽ വേണം വചനം വിട്ടൊരു പരിപാടിയില്ല, വചനം വിട്ടൊരു കാര്യമില്ല. ഇതാണ് ഒരു ആശയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരാശയം ഈ വാളിലൂടെയുള്ളത്, ഇരുവായ്ത്തലയുള്ള വാളാണ്. 2 വശത്തോട്ടും വാൾ ഉണ്ട്. നമ്മൾ വാൾ എന്തിനുള്ളതാണ്? വാള് വെട്ടാനുള്ളതാണ്. അപ്പോ ഞാൻ സാറിന് അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു വാൾ എടുത്താൽ ആദ്യം ആരെ വെട്ടണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം അടുത്ത് നിൽക്കുന്ന ആളിനെ വെട്ടണോ അതോ അകലെ നിൽക്കുന്ന ആളിനെ വെട്ടണോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ന്യായമായിട്ട് എല്ലാവരും പറയാനുള്ള മറുപടി അടുത്ത് നിൽക്കുന്ന ആളിനെ വെട്ടണമെന്ന്. അങ്ങനെയാണെങ്കിൽ വാള് ഞാൻ എടുത്താൽ ആദ്യം ആരെ വെട്ടണം? ആദ്യം എന്നെ വെട്ടണം. പിന്നെ എവിടെ വെട്ടണമെന്നറിയാമോ? അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണുള്ളത്. അത് പിന്നീട് നിങ്ങൾ വായിച്ചാട്ട് 6-ാം അധ്യായം 24-25 വാക്യങ്ങളിലുണ്ട്. അവിടെ പറയുന്നത്, ഗിദെയോനെ ദൈവം ഇസ്രായേലിന്റെ ഒരു ന്യായാധിപനായിട്ട് തെരഞ്ഞെടുത്ത ശേഷം അവനോട് പറഞ്ഞത്, നീ വീട്ടിലോട്ട് ചെല്ല്, നിന്റെ ഒരു വാളുണ്ടല്ലോ, വീട്ടിൽ ചെന്ന് അവിടെ വെട്ടിക്കളയാൻ കുറെ കാര്യങ്ങളുണ്ട്, അത് വെട്ടിക്കളാം, പിന്നെ മിദ്യാന്യരുടെ പുറകെ പോയാൽ മതി എന്നാണ് ആശയം. അങ്ങ് പറയാം, ഫേസ് ടു ഫേസ് ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടെ വിശദീകരിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ദൈവവചനം എന്ന വാളുകൊണ്ട് ആദ്യം വെട്ടേണ്ടത് നമ്മളെ തന്നെയാണ്. അത് സാധാരണഗതി ചെയ്യുന്നത് വാള് എടുത്തോണ്ട് അങ്ങ് ഇറങ്ങുക, കാണുന്നവരെ എല്ലാം അങ്ങ് വെട്ടുകയാണ്. അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്രമം ബൈബിളിൽ ഇല്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് ആദ്യം നമ്മെ വെട്ടണം, രണ്ടാമത് നമ്മുടെ വീട്ടിൽ വല്ലതും വെട്ടാനുണ്ടെങ്കിൽ അത് വെട്ടണം, പിന്നെ പുറത്തോട്ട് പോയി വെട്ടിയാൽ മതി എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഓരോ വചനവും നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മുറിച്ചു മാറ്റാനുണ്ട് അത് മുറിച്ചു മാറ്റണം. പിന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട് മുറിച്ചു മാറ്റാൻ, അത് മുറിച്ചു മാറ്റണം. അതിനുശേഷം പിന്നെ നാട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ വാളിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ഒന്ന്, വചനം എന്ന ഈ വാള്, അത് കർത്താവിന്റെ വായിൽ നിന്നാണ് വരുന്നത്. ഇബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് ആശയം കിട്ടും. ദൈവത്തിന്റെ വചനം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണല്ലോ, ഈ വചനം മുഴുവൻ ദൈവത്തിന്റെ, പല മനുഷ്യരെ കൊണ്ട് നമുക്ക് വേണ്ടി എഴുതിച്ചെന്നേ ഉള്ളൂ, അവരാരും എഴുതിയത് അല്ലെന്ന് ഓർത്തോണം. അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഒന്നുമല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമാണ്. അവരെ കൊണ്ട് നമുക്ക് വേണ്ടി എഴുതിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വചനം നമ്മൾ താഴെ വെക്കുന്ന ഒരു പ്രശ്നമില്ല. അതൊന്ന് ഒന്ന് പഠിച്ച്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഈ വചനത്തിന്റെ അത് വെട്ടുന്നതിന്റെ ഒരു ക്രമമുണ്ട്, അത് നമ്മൾ പഠിച്ചു. ഈ മൂന്നാമതൊരു കാര്യം കൂടെ ഓർപ്പിക്കുന്നത് നന്നായിരിക്കും. ഈ സാധാരണ ഇത് വാളാണല്ലോ, വചനം എന്ന് പറയുന്ന വാളാണ്. അത് ജീവനുള്ളതാണ്. നമ്മൾ എബ്രായത്തിൽ വായിക്കുന്ന ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്,
പിന്നെ അത് ഇരുവായുത്തലയുള്ളതാണ്, ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, സദ്യമജ്ജകളെയും വേർതിരിക്കുന്നതാണ് എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇത് വാളായതുകൊണ്ട് തന്നെ ഇത് മുറിക്കാനുള്ളതാണ്. മുറിക്കുമ്പോൾ വേദന ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ സഭയിലൊക്കെ വചന ശുശ്രൂഷ കഴിയുമ്പോൾ, എല്ലാവരുമല്ല, എല്ലായിടത്തും അല്ല, ചിലർ പറയാറുണ്ട് അത് എനിക്കിട്ടുള്ള കുത്തായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. എന്നെ ഉദ്ദേശിച്ചാ പ്രസംഗിച്ച, എന്നെ മുറിവേൽപ്പിക്കാനാ പ്രസംഗിച്ചത്, അത് കുത്തുവാക്കാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ആരെയും നോവിച്ച് പ്രസംഗിക്കാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയോടെ വചനത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ച് നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുകയാണ്. അത് ആരെയും മുറിവേൽപ്പിക്കാൻ വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ അധികം നാള് പിന്നെ പ്രസംഗിക്കാൻ പറ്റുകയില്ല. നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിനറിയാം ഞാൻ എത്ര പേരിന്ന് ഇന്നിപ്പം വൈകിട്ട് ഇപ്പോഴാണ് നമുക്കറിയാം എത്ര പേര് ഇത് സംബന്ധിച്ചു എന്നുള്ളത്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ ദൈവത്തിന് ഇന്നലെ അറിയാം. ഇന്നലെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ അല്ല, എപ്പോഴേ അറിയാം. പക്ഷെ ഇന്നലെ നമുക്ക് തോന്നുന്നുണ്ട് ദൈവത്തിന് ഇന്നലെ അറിയാം ആരൊക്കെ സംബന്ധിക്കും, ആരൊക്കെ ഇത് കേൾക്കും എന്നുള്ളത് ദൈവത്തിനറിയാം. അവർക്ക് എന്താണ് ആവശ്യമെന്നും ദൈവത്തിനറിയാം. അപ്പോൾ ഞാൻ ഈ സംസാരിച്ചത് 1000 വാചകത്തിൽ ചില വാചകങ്ങൾ അവർക്ക് വേണ്ടിയുള്ളതാണ്, ഓരോരുത്തർക്ക് വേണ്ടിയുള്ളത്, എല്ലാവർക്കും വേണ്ടിയുള്ളത് കാണും. കാര്യം ദൈവത്തിന് അറിയാം ഓരോ ഹൃദയങ്ങളെയും, ഓരോ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെയും അറിയാം. അത് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ പ്രവർത്തിച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അത് ഓരോരുത്തർക്കുള്ളത് കൃത്യമായിട്ട് ഓരോരുത്തർക്ക് ചെന്നു. നമ്മളായിട്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഒരു ആശയം. എന്നാൽ രണ്ടാമത്തെ ഒരു ആശയം കൂടെ അവിടുന്ന് കേൾക്കണം. അത് ദൈവമക്കളായ നമ്മള് ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ എന്നെ മുറിക്കണേ എന്ന് പറഞ്ഞു തന്നെ പോകണം. എനിക്ക് മുറിവേൽക്കണം എന്ന് തന്നെ. നമുക്ക് ഒക്കെ ഇഷ്ടം നമ്മുടെ അടുത്തിരിക്കുന്ന പുള്ളിക്ക് മുറിവേൽക്കണം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ആരെയും മുറിവേൽപ്പിക്കാനായിട്ട് പ്രസംഗിക്കാൻ പാടില്ല. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എനിക്കിന്ന് മുറിവേൽക്കണം, ദൈവത്തിന്റെ വചനം എനിക്ക് പ്രയോജനപ്പെടണമെന്ന അതിന്റെ അർത്ഥം. നമുക്ക് മുറിവേറ്റാൽ ആ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായെന്നാണ് അർത്ഥം. അപ്പൊ വരുന്ന ആളുകളിൽ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ വചനം എന്ന വാളിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇരുവായത്തിലുള്ള വാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. 3 കാര്യം അതിനകത്തുണ്ടായിരുന്നു. അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രം. അതും കൂടെ പറയാം. അപ്പൊ ഒന്ന്, ഇപ്പൊ ചിന്തിച്ചത് വായിൽ നിന്ന് ഇരുവായത്തിലുള്ള വാള് പുറപ്പെടുന്നു, അത് ദൈവത്തിന്റെ വചനം. ഇനി വലം കയ്യിൽ 7 നക്ഷത്രം. എന്താണ് ഈ നക്ഷത്രം എന്നുള്ളത്? അത് നമ്മൾ 20-ാം വാക്യത്തിലുണ്ട്, നേരത്തെ വായിച്ചതാണ്. ഞാൻ തന്നെ അതങ്ങ് വായിക്കുകയാണ്. 20-ന്റെ ഒടുവില 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നക്ഷത്രം, നമ്മുടെ കർത്താവിന്റെ വലം കയ്യിൽ 7 നക്ഷത്രം ഇരിക്കുന്നു. ഈ നക്ഷത്രം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നത് ഈ നക്ഷത്രം എന്ന് പറയുന്നത് സഭയുടെ ദൂതന്മാരാണ്. സഭയുടെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ അത് ആരാണ്? അതിനൊരു വാക്യം വായിക്കണം. 2 കൊരിന്ത്യർ 8:23. 2 കൊരിന്ത്യർ 8:23. അതൊന്ന് വായിച്ചാട്ടെ. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. നമ്മുടെ സഹോദരന്മാരാണ് സഭകളുടെ ദൂതന്മാര്. അപ്പൊ ഇപ്പൊ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെയോ? അപ്പൊ കർത്താവിന്റെ കയ്യിൽ 7 നക്ഷത്രം. ഏതാണ് 7 നക്ഷത്രം? അത് 20-ാം വാക്യത്തിൽ പറയുന്നു, നക്ഷത്രം സഭയുടെ ദൂതന്മാരാണ്. 2 കൊരിന്ത്യർ 8:23 പറയുന്നു ഈ ദൂതന്മാര്, സഭയുടെ ദൂതന്മാരെന്ന് പറയുന്നത് നമ്മുടെ സഹോദരന്മാരാണ്. അപ്പൊ സഹോദരിമാരുണ്ടോ? ഉണ്ട്. ബൈബിളിന്റെ ഒരു പൊതുവായ പ്രയോഗ രീതിയാണ് സഹോദരന്മാരെ എന്ന് വിളിച്ചാണ് ഈ പുതിയ നിയമത്തിൽ ഒക്കെ പലപ്പോഴും പല കാര്യങ്ങളും പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിൽ 200 പ്രാവശ്യം സഹോദരന്മാരെ എന്ന പ്രയോഗമുണ്ട്. അത് സഹോദരന്മാരെ മാത്രം ഉദ്ദേശിച്ചല്ല, അതിൽ സഹോദരിമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സഹോദരന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വചനത്തിന്റെ ഒരു പ്രയോഗ രീതിയാണ് എന്ന് ഓർത്താൽ മതി. അപ്പൊ സഹോദരിമാർക്കല്ല. അപ്പോൾ ചുരുക്കത്തിൽ അപ്പൊ ഈ സഭയുടെ ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ആരാണ്? വിശ്വാസികളാണ്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്.
നക്ഷത്രം സഭയുടെ ദൂതന്മാരാണ്, സഭയുടെ ദൂതന്മാർ നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരന്മാരുമാണ് സഹോദരിമാരും. അപ്പോൾ കർത്താവിന്റെ കയ്യിൽ ഇരിക്കുകയാണ് ആര്? സകല വിശ്വാസികളും. അതാണ് അതിന്റെ അർത്ഥം. സകല വിശ്വാസികളും കർത്താവിന്റെ കയ്യിലാണ്. ഇനി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പഠിക്കുമ്പോൾ നമുക്കിനി അത് വിശദീകരിക്കേണ്ടതില്ല. 2-ന്റെ വായിച്ചാട്ട്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. 7 നക്ഷത്രം നമ്മള് ഇപ്പൊ 16-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ടെന്നേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ 2-ന്റെ ഒരു അല്പം കൂടെ വ്യത്യാസമുണ്ട്. വലങ്കയിൽ പിടിച്ചും കൊണ്ടെന്ന് വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് ആർക്കും അടിച്ചുകൊണ്ടൊന്നും പോകാനൊക്കത്തില്ല, ആർക്കും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല, തൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അപഹരിച്ചുകൊണ്ട് പോകാൻ, തട്ടിപ്പറിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. കാരണം നമ്മുടെ കർത്താവിന്റെ കയ്യെപ്പറ്റി നമുക്കറിയാം, പറഞ്ഞാൽ തീരാത്ത പ്രത്യേകത ഉള്ള കയ്യാ, അത് ബലമുള്ള കയ്യാ. ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന നക്ഷത്രം ആർക്കും അടിച്ചുകൊണ്ട് പോകാൻ, അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ, അല്ലെ അവിടുന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത്. ഒന്നാമത്തെ അതിമനോഹരമായ ചിന്തയാണത്. കർത്താവിന്റെ കയ്യിലാണ് നമ്മൾ എല്ലാവരും. അത് മറന്നുപോയത്. കർത്താവിന്റെ കയ്യിലാണ്, സുരക്ഷിതമാണ് കേട്ടോ. കർത്താവിന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. കയ്യിൽ, കർത്താവിന്റെ കയ്യിൽ നമ്മളെ നക്ഷത്രങ്ങളാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്, അല്ലേ? നക്ഷത്രം എന്തിനുള്ളതാണ്? നക്ഷത്രം പ്രകാശിക്കാനായിട്ടാണ്. നക്ഷത്രം കാണാനുള്ളതല്ല, നക്ഷത്രം പ്രകാശിക്കാൻ. അപ്പൊ നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ പ്രകാശിക്കണം. അതുകൊണ്ടാണ് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ പ്രകാശിക്കണം. ഒന്ന്. രണ്ടാമത്, ഇനി നമുക്കതൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, പ്രായോഗികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇച്ചിരി മനസ്സിലാക്കാം. നമ്മൾ നക്ഷത്രങ്ങളെ കാണുന്നത് ആകാശത്താണ്. അക്ഷരപ്രകാരം നക്ഷത്രം, നമ്മളിപ്പോൾ ആത്മീയ ചിന്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്ഷരപ്രകാരം നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നത് ആകാശത്തിലാണ്. അവിടെ ഇരുന്ന് അതിങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ദൂരെ ആയതുകൊണ്ടാണ് നക്ഷത്രത്തിന്റെ അധികം ശോഭയൊന്നും നമുക്ക് കാണാൻ കഴിയാത്തത്, അല്ലെ മനസ്സിലാക്കാൻ കഴിയും. വളരെ ദൂരെ ഇരുന്നത് ശോഭിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ ആകാശത്തിരുന്ന് ശോഭിക്കുന്ന ഒരു നക്ഷത്രം ഒരു ദിവസം അത് വിചാരിക്കുകയാണ്, ഒത്തിരി നാളായി ഞാൻ ഈ ആകാശത്തിലിരുന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുക, ഇനി കുറെ നാള് ഇവിടുന്ന് ഭൂമിയിൽ പോയിരുന്ന് പ്രകാശിക്കാം എന്ന് ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും? അതിനെ ഇരുത്തിയെടുത്തുനിന്ന് അത് മാറുമ്പോൾ അതിന്റെ പ്രകാശം മങ്ങും. അല്പം കൂടെ മാറുമ്പോൾ അത് കരിക്കട്ടയായിട്ട് മാറും. അതിനും അവിടെ ഇരുന്നല്ലാതെ, എവിടെ ദൈവം അതിനെ വെച്ചോ അവിടെ ഇരുന്നല്ലാതെ അതിന് ശോഭിക്കാൻ പറ്റത്തില്ല. അവിടുന്ന് മാറിയാൽ അത് കരിക്കട്ടയായി പോകും. ഒരു ശോഭയും അതിനുണ്ടായി. എന്താ ഇതിലൂടെ നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത്? നമ്മളെ എവിടെയാ വെച്ചേക്കുന്നത്? കർത്താവിന്റെ കയ്യിൽ. എന്തായിട്ടാ വെച്ചേക്കുന്നത്? നക്ഷത്രങ്ങളായിട്ട്. ആ കർത്താവിന്റെ കയ്യിൽ നക്ഷത്രങ്ങളായി നമ്മൾ ഇരുന്നാൽ നമുക്ക് ശോഭിക്കാം. ആ കയ്യിൽ നിന്ന് നമ്മൾ മാറിയാൽ, നമ്മൾ ചിന്തിച്ചു ആർക്കും നമ്മളെ അവിടെ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കർത്താവിന്റെ കൈ സ്ട്രോങ്. പക്ഷെ നമ്മളായിട്ട് ആ കയ്യിൽ നിന്ന് നമ്മൾ മാറിയാൽ നമ്മൾ മങ്ങും, പിന്നെ കരിക്കട്ടയായി പോകും, ഒരു പ്രയോജനവും ഇല്ലാത്ത നിഷ്പ്രഭരായി മാറും. അങ്ങനെ വരാതിരിക്കണം. ദൈവമക്കളെല്ലാം കർത്താവിന്റെ കയ്യിലാണ്. ആ കയ്യിൽ തന്നെ ഇരിക്കണം, കയ്യിൽ നിന്ന് മാറരുത്. എങ്കിൽ മാത്രമേ നമുക്ക് ശോഭിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി ആ വാക്യത്തിലെ മൂന്നാമത്തെ കാര്യം, ആ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നക്ഷത്രം, അത് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത ഭാഗം ചിന്തിച്ചത്. വായിൽ നിന്ന് വരുന്ന ഇരുവായുത്തിലുള്ള വാളിനെ പറ്റി പറയുന്നു. അടുത്തത്, അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്, അല്ലെ? സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു മുഖം. കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖമാണ്. പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒക്കെ അത് മറുരൂപമലയിൽ കാണാനായിട്ട് സാധിച്ചു. സൂര്യനെ പോലെ ശോഭിക്കുന്ന മുഖം. എന്താണ് ആ മുഖത്തിന്റെ അതുകൊണ്ടുള്ള പ്രയോജനം? ആ മുഖത്തേക്ക് ആര് നോക്കിയാലും അവരും ശോഭിക്കും എന്നുള്ളതാണ്.
ആ മുഖത്തേക്ക് നോക്കുമ്പോഴേ ശോഭിക്കുകയുള്ളൂ. ആ മുഖത്തുനിന്ന് നോട്ടം മാറ്റിയാൽ ശോഭിക്കുകയില്ല, ശോഭ മങ്ങിപ്പോകും എന്നത്. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു. ആ മുഖത്തേക്ക് നമ്മൾ അങ്ങ് നോക്കിയാൽ നമുക്കും ശോഭിക്കാനായിട്ട് കഴിയും. അതാണ് നമ്മൾ 34 സങ്കീർത്തനം 5-ാം വാക്യം നമുക്കെല്ലാം കാണാതറിയാവുന്നത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ആ ലജ്ജിക്കേണ്ടി വരിക എന്നുള്ളതിന് മറ്റൊരു പദവും കൂടെ ഉപയോഗിക്കാം, നിരാശപ്പെടേണ്ടി വരികയില്ല എന്നാണ്. ആ മുഖത്തേക്ക് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മൾ പലപ്പോഴും നോക്കും, ആ മുഖത്തും നോക്കും, വേറെ പല മുഖത്തും നോക്കും, നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആ മുഖത്തും നമ്മൾ നോക്കും, പിന്നെ പലയിടത്തും നോക്കും. അത് അപകടമാണ്, അത് നമുക്ക് പ്രയോജനം ചെയ്യത്തില്ല. ആ മുഖത്തേക്ക് മാത്രം, കർത്താവിലേക്ക് മാത്രം നമ്മുടെ സകല ആവശ്യങ്ങൾക്കും നമ്മൾ നോക്കേണ്ടതാണ്. നമ്മുടെ നോട്ടം ഒരിക്കലും മാറി പോകരുത് എന്നുള്ളത് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ മുഖം ശോഭിക്കും, നമ്മൾ പ്രയോജനമുള്ളവരായി മാറും, നമ്മൾ നിരാശപ്പെടേണ്ടി വരികയില്ല, നമ്മൾ ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല എന്നുള്ള ചിന്തയാണ് അവിടുന്ന് കിട്ടുന്നത്. അത്രയും പറഞ്ഞ് പോവുകയാണ്. ഇനിയും പറയാൻ പല കാര്യങ്ങളും അവിടുന്ന് ഉണ്ട്, പക്ഷെ അത്രയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പഠന വിഷയം 2-3 അധ്യായങ്ങളാണല്ലോ. അതുകൊണ്ട് നമുക്കിനി അടുത്ത വാക്യം വായിക്കാം. 17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. മതി. അതിമനോഹരമായ ഒരു വാക്യമാണത്. നമ്മൾ വായിച്ചത് ഇതുവരെയും കർത്താവിന്റെ മഹത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വിവിധ നിലകളിലുള്ള തേജോമയനായ കർത്താവിനെ കണ്ട് അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ ഗ്രഹിച്ച് ആ മഹത്വം നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യോഹന്നാനും ഈ നോക്കി ഇത് കണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിനെ തിരിഞ്ഞു നോക്കി കണ്ടു. പക്ഷേ ഈ തേജോമയനായ കർത്താവിനെ കണ്ടപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അവന്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീണെന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ച ചില വാക്യങ്ങൾ മുകളിൽ നിന്ന് ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ മനോഹരമായ ഒരു ചിന്ത അവിടെ കിട്ടും. ഒന്ന്, നമ്മൾ ഒരു ശബ്ദം കേൾക്കുന്നു. ആദ്യമായിട്ട് യോഹന്നാൻ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുക. രണ്ടാമതായിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക്, ശബ്ദം കേട്ട കാര്യം എഴുതിയിരിക്കുന്നത് 11-ാം വാക്യത്തിന്റെ ഒടുവിലാണ്. 12-ാം വാക്യത്തിൽ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തിരിഞ്ഞു. 13-ാം വാക്യത്തിന്റെ ഒടുവിൽ അപ്പോൾ തേജോമയനായ കർത്താവിനെ കണ്ടു. 17-ാം വാക്യത്തിൽ അവന്റെ കാൽക്കൽ വീണു. ഇതാണ് കാണുന്നത്. അപ്പോൾ ഓർക്ക, കർത്താവിന്റെ ശബ്ദം കേട്ട് തന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്റെ തേജോമയനായ തന്റെ മഹത്വം നമുക്ക് ദർശിക്കാം. തന്റെ മഹത്വം നമ്മൾ ദർശിച്ചാൽ നമ്മൾ ആ കാൽക്കൽ വീണു പോകും. വാസ്തവമായി ആര് യേശുക്രിസ്തുവിന്റെ മഹത്വം ദർശിക്കുമോ അവന്റെ കാൽക്കൽ വീണിരിക്കും. അതാണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്. ഇനിയും ആ വീണത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മരിച്ചവനെ പോലെ വീഴുന്നെങ്കിൽ അങ്ങനെ വീഴണം. മരിച്ചെന്നല്ല എഴുതിയിരിക്കുന്ന, പോലെ എന്നുള്ള വാക്കാ, മരിച്ചിട്ടില്ല, മരിച്ചവനെ പോലെ വീണു എന്നാണ്. അങ്ങനെ വീണ കർത്താവിന്റെ കാൽക്കൽ ആര് വീണാലും മരിച്ചവനെ പോലെ വീഴണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചവന് പിന്നെ നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഇഷ്ടങ്ങൾ ഒന്നുമില്ല. പിന്നെ തന്റെ കാര്യമല്ല നോക്കുന്നത്, മറ്റുള്ളവരാ. ജീവനോട് ഇരുന്നപ്പോൾ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. ഏത് ഭക്ഷണമേ കഴിക്കൂ, ഏത് സോപ്പിട്ടേ കുളിക്കൂ, ഏത് തരം ഡ്രസ്സേ ധരിക്കത്തുള്ളൂ, അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഷ്ടവും ഇല്ല, ഒരു സ്വന്തമായ ഒരു ഇഷ്ടവും ഇല്ല. മറ്റുള്ളവരാണ്, പിന്നെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വീണിരിക്കുന്നത് കർത്താവിന്റെ കാൽക്കലാണ്, മരിച്ചവനെ പോലെ വീണിരിക്കുന്നത്. അതിന്റെ അർത്ഥം, കർത്താവെ എനിക്കിനി സ്വന്തമായ ഒരു അഭിപ്രായമില്ല. അവിടുന്നാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാമല്ലോ, മരിച്ച ഒരാൾ പിന്നെ ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ഏത് പിന്നെ സോപ്പിട്ടാണ് തന്നെ കുളിപ്പിക്കേണ്ടിയെന്നോ, മരിച്ചു കിടക്കുമ്പോൾ ഏത് വസ്ത്രം ധരിപ്പിക്കണമെന്നോ, പിന്നെ എവിടെയാ സെമിറ്ററിയിൽ അടക്കുമ്പോൾ ഇത്രാമത്തെ സെല്ലിൽ അടക്കണമെന്നോ അങ്ങനൊന്നും ഒന്നുമില്ല. അതെല്ലാം
ബാക്കിയുള്ളവരെ തീരുമാനിക്കുക. കർത്താവെ അങ്ങ് തീരുമാനിച്ചോട്ടെ, ഇനി എന്റെ ബാക്കി കാര്യങ്ങളല്ല. അതാണ് അതിന്റെ അർത്ഥം. മരിച്ചവനെ പോലെ വീണു. അനേകരും ഇങ്ങനെ വീഴത്തില്ല, വീഴും, പക്ഷെ മരിച്ചവനെ പോലെ വീഴത്തില്ല. ജീവനുള്ളവനെ പോലെ വീഴുന്നത്. വീണതായിട്ട് അഭിനയിക്കുകയും ചെയ്യും, പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പിന്നുള്ള ജീവിതമല്ല. കർത്താവിന്റെ മുൻപിൽ വീണാൽ പിന്നെ ഒരു സ്വന്തം ഇഷ്ടമില്ല. കർത്താവിന്റെ ഇഷ്ടം മാത്രം തിരിച്ചറിഞ്ഞു വേണം പിന്നത്തെ മുഴുവൻ ജീവിതം. പ്രായോഗികമായിട്ട് ഇതൊക്കെ വിഷമമല്ലയോ എന്ന് ചിന്തിക്കും. പ്രായോഗികമായിട്ട് വിഷമമാണ്, പക്ഷെ അതിന് ദൈവകൃപ. നമ്മള് ഗിരിപ്രഭാഷണങ്ങളൊന്ന് പഠിക്കാമെങ്കിൽ ഒരുപാട് അനുഗ്രഹമാണ്. എങ്ങനെ കർത്താവ് പഠിപ്പിച്ച കുറെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങള് ദുഃഖിക്കുന്നവർ, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത്, നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കണം. നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം, നിങ്ങൾ ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നിങ്ങൾ ആരോടും കോപിക്കരുത്, കോപിച്ചാൽ അത് കൊലപാതക തുല്യമാണ്. അതുപോലെ നിങ്ങൾ ആയിരക്കണക്കിന് പ്രാവശ്യം ഒരാൾ തെറ്റ് ചെയ്താലും അത് മുഴുവൻ ക്ഷമിക്കണം. നിങ്ങൾ ഭൂമിയിൽ ഒരു നിക്ഷേപവും വെക്കരുത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നിക്ഷേപം മുഴുവൻ എക്സ്ചേഞ്ച് ചെയ്ത് സ്വർഗത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തോണം. ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്നേ വിശ്വാസികളായിട്ടുള്ളവർ പോലും അധികം പേരും പറയുള്ളൂ. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അറിയാം, ഇതാ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് ഇതൊന്നും കഴിയുകയില്ല. നിങ്ങൾ യാചിക്കുക കൃപയ്ക്ക് വേണ്ടി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഇതൊക്കെ ഈ നിലയിൽ സമർപ്പിക്കപ്പെടുവാൻ. അത് ഓർക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളത് അത് അനുഭവിക്കാൻ തക്കവണ്ണം നാം സമർപ്പിച്ചാൽ മാത്രം മതി. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോ നമ്മള് ചിന്തിച്ചത് മരിച്ചവനെ പോലെ വീണു എന്നുള്ളതാണ്. മരിച്ചവനെ പോലെ വീണു. 17-ാം വാക്യം. അടുത്ത് നമ്മൾ കാണുന്നത്, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ദൈവത്തിന് സ്തോത്രം. മരിച്ചവനെ പോലെ വീഴാമെങ്കിൽ ഉറപ്പ കർത്താവിന്റെ വലങ്കൈ നമ്മുടെ മേൽ വയ്ക്കും. മരിച്ചവനെ പോലെ വീഴണം. നമ്മളാരും അങ്ങനെ വീഴുന്നില്ല. അങ്ങനെ അങ്ങ് മരിച്ചവനെ പോലെ വീഴാനൊന്നും വലിയ താല്പര്യം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വലങ്കൈ നമ്മുടെ മേൽ വെക്കുന്നില്ല. ആ വലങ്കൈക്ക് എന്തെല്ലാം പ്രത്യേകതയുള്ള കൈയാണ്. അത് അനുഗ്രഹത്തിന്റെ കയ്യ, ആണിപ്പാടുള്ള കയ്യ, ബലമുള്ള കയ്യ, ഉയർത്തുന്ന കയ്യ. അയ്യോ, പറഞ്ഞാൽ തീരാത്ത വണ്ണമുള്ള നന്മയുള്ള കയ്യ. ആ കൈ ഒന്ന് വെക്കാൻ ഇടയായാൽ അത് അനുഗ്രഹമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ആദ്യം ചെയ്തത് അവരെ അനുഗ്രഹിക്കുക എന്നുള്ള, വലങ്കരം ഉയർത്തി അവരെ, മനുഷ്യനെ അനുഗ്രഹിച്ചു. അതാണ് ആദ്യം ചെയ്തത്. ആ ദൈവത്തിന്റെ ആഗ്രഹം അന്നും ഇന്നും എന്നും സകലരെയും അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ അനുഗ്രഹിക്കണമെങ്കിൽ ഇതുപോലെ വീഴണം, സമർപ്പിക്കണം. കർത്താവിന്റെ കാൽക്കൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് അവന്റെ വലങ്കൈ നമ്മുടെ മേൽ വയ്ക്കും. അത് വലിയൊരു അനുഗ്രഹത്തിന്റെ കൈയാണ്. അടുത്ത നമ്മളവിടെ വായിച്ച ഒരു കാര്യം, ഭയപ്പെടേണ്ട എന്നും കൂടെ പറയാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചിട്ട് പറയാണ്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഭയപ്പെടേണ്ട എന്നല്ല പറഞ്ഞത്. ഇനി നീ ഒന്നും ഭയപ്പെടണ്ട. ഈ ഭയപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പഠനം നമ്മൾ നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭയപ്പെടുന്നവരോടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ആദ്യം ഓർക്കണം. അത് മനസ്സിലായല്ലോ. ഭയപ്പെടാത്ത ഒരാളിനോട് ഭയപ്പെടേണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഭയപ്പെടുന്നവരോടാണ് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന്. രണ്ടാമത്തെ കാര്യം, ഭയപ്പെടേണ്ടവനെ ഭയപ്പെട്ടാൽ ഈ ലോകത്തിൽ മറ്റൊന്നിനെയും ഭയപ്പെടണ്ട. 3, ഭയപ്പെടേണ്ടവനെ ഭയപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ സകലത്തെയും ഭയപ്പെടേണ്ടി വരും. അതാണ് ഇവിടുത്തെ ആശയം. ഇവിടെ കർത്താവിനെ ഭയപ്പെടേണ്ട എന്നൊന്നും അല്ല പറഞ്ഞത്. നീ ഇനിയൊന്നും ഭയപ്പെടണ്ട. മരിച്ചവനെ പോലെ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ അങ്ങ് വീണ് സമർപ്പിക്കാമോ, പിന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ട. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിൽ 365 പിന്നെ അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇടയ്ക്ക് 366
പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പറയുന്നവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, എണ്ണിയിട്ടാണോ പറയുന്നതെന്ന് ചോദിക്കണം. ഇത് എണ്ണി നോക്കിയായിരുന്നു, അങ്ങനെയാണോ പറയുന്നതാണ്. അധികം പേരും പറയും എണ്ണി നോക്കിയൊന്നുമില്ല, ഇങ്ങനെ ആരാണ്ട് പറയുന്ന കേട്ടതാണ്. എണ്ണി നോക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചിലർ ധരിക്കുന്നത് 365 പ്രാവശ്യമോ 366 പ്രാവശ്യമോ പറഞ്ഞെങ്കിലേ അതിന് വിലയുള്ളത്. ദൈവവചനത്തിൽ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതിന് 1000 പ്രാവശ്യം പറയുന്ന പോലുള്ള വിലയാണെന്ന് ഓർക്കണം. ഞാൻ എണ്ണാനൊന്ന് ശ്രമിച്ചു, പക്ഷെ അത് കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. 100 താഴെ പ്രാവശ്യമേ ഭയപ്പെടേണ്ട. ആദ്യം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഒടുവിൽ നമ്മൾ കാണുന്നത് ഇവിടെയും. അപ്പൊ ഇതിനിടയ്ക്ക് ഇതൊക്കെ എണ്ണി നോക്കിയാൽ ഏകദേശം 100 താഴെ. 85 ഞാൻ എണ്ണിയിട്ട് കിട്ടിയോ? ഏതായാലും 365 ഇല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ആവശ്യവുമില്ല. അത് അത്രയും ഉണ്ടെങ്കിലേ അത് നമുക്ക് എഫക്റ്റീവ് ആകത്തുള്ളൂ. എല്ലാ ദിവസവും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ്. നമ്മൾ ഭയപ്പെടേണ്ട എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട എന്നും എവിടൊക്കെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്നാണ് എല്ലായിടത്തും. ഇവിടെ എങ്ങനെയാ അബ്രഹാമിനോട് പറയുന്നത്? അവിടെ എങ്ങനെ? അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നെന്നാ പറയുന്നത്. ഞാൻ നിന്റെ പരിചയം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ ഈ ഇഡലി പാത്രത്തിന്റെ വട്ടം പോലെ ഇരിക്കുന്നതല്ല പരിചയം. അതാണ് നമ്മൾ കാണുന്നത്. പരിചയം എന്ന് പറയുന്നത്, ശരിയായ പരിചയം എന്ന് പറഞ്ഞാൽ വലിയ ഡോർ പോലത്തെ. സങ്കീർത്തനങ്ങൾ 3:3 നോക്കി. ഞാൻ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് ആ വാക്യം വരുന്നൊരു കറക്റ്റ് ആണോ വാക്യം എന്ന് എനിക്കൊരു ഓർമ്മ കുറവുണ്ട്. 3:3 നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. ശരിയാ, വാക്യം അതിനെ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം. അപ്പൊ ഒരു പരിചയമാണോ? മിനിമം 4 പരിചയമുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഹെവി ആർമറാണ്. നമ്മുടെ ഈ ഡോറ്, വലിയൊരു ഡോറ് പോലെയാണ് പഴയ കാലത്തെ പരിചയം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ നീയോ, യഹോവ തന്നെ നമുക്ക് പരിചയ, യഹോവ തന്നെ നമ്മളെ വളഞ്ഞു നിൽക്കുക, യഹോവയ്ക്കുള്ളിലാണ് നമ്മൾ. പിന്നെ പേടിക്കണോ? അതാണ് അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു. ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, പിന്നെ യോഹന്നാനോട് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട, കർത്താവ് കൂടെ കൈവച്ചുകൊണ്ടാ പറയുന്നത്. ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിന്റെ പാദത്തിൽ മരിച്ചവനെ പോലെ, മരിച്ചവളെ പോലെ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. ആ വലം കൈ നമ്മുടെ മേലിരിക്കും, അനുഗ്രഹത്തിന്റെ കൈ നമ്മുടെ മേലിരിക്കും. ഉയർത്തുന്ന കരം. ആ വാക്യങ്ങൾ ഞാനിപ്പോ എടുക്കുന്നില്ല. 1 പത്രോസ് 5:6 വായിക്കുമ്പോൾ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നാൽ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ആർക്കും തടുക്കാൻ പറ്റുകയില്ല. പക്ഷെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വീഴാൻ നമുക്കാർക്കും മനസ്സില്ല എന്നുള്ളതാണ് പ്രശ്നം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോ വീണു. എന്നിട്ട് പിന്നെന്താ പറഞ്ഞത്? വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഞാനാണ് ആദ്യനും അന്ത്യനും, എല്ലാ സകലവും ഞാനാ. ഏറ്റവും ഇസഡ് പറയുന്ന പോലെ എല്ലാം ഞാനാ. സാക്ഷാൽ ദൈവമാണ് നമ്മുടെ കർത്താവ്. ഞാൻ ജീവനുള്ളവനുമാകുന്നു. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട യോഹന്നാനെ കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ്, ഞാൻ ജീവനുള്ളവനാണ്, ഞാൻ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ ജീവനുള്ളവനായി ഇരിക്കുന്നു. അടുത്ത പ്രയോഗം ആ വാക്യത്തിൽ തന്നെ 18 വായിച്ചാട്ടെ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മതി. നമുക്ക് ഇനിയും പെട്ടെന്ന് 20 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പറഞ്ഞങ്ങ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ സഭകൾക്കുള്ള ദൂതിലേക്ക് പ്രവേശിക്കാം. അപ്പൊ 18-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അത് അതിന് പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ല. കർത്താവ് മരിച്ചവനായിരുന്നു, പക്ഷെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് പ്രത്യക്ഷനായിരിക്കുകയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അത് താക്കോൽ കാണിക്കുന്ന അധികാരമാണ്, അല്ല അക്ഷരപ്രകാരം താക്കോൽ അല്ലെന്ന് നമുക്കറിയാം. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്മേലുള്ള അധികാരം നമ്മുടെ കർത്താവിനുള്ളതാണ്. പിന്നെ പാതാളത്തിന്റെ മേലും എന്ന് പറഞ്ഞാൽ അത് 1-2 വാക്കിലൊന്ന് വിശദീകരിക്കാം. ഈ പാതാളം എന്ന് പറയുന്നത്
അല്ലെങ്കിൽ പാതാളം എന്ന് പറയുന്ന സ്ഥലത്ത് 6 ഇടങ്ങളുണ്ട്. 6 ഇടങ്ങളുള്ള ഒന്നാണ് പാതാളം. അത് അതിന്റെ പേര് മാത്രം ഒന്ന് പറയാം, പിന്നീട് ആവശ്യം വന്നാൽ നമുക്ക് പിന്നെ വിശദീകരിക്കാം. 6 സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തിന്റെയും പേര് ഞാൻ പറയാം. ഒരു സ്ഥലത്തിന്റെ പേര്, പാതാളത്തിലുള്ള 6 സ്ഥലങ്ങൾ: 1 അബ്രഹാമിന്റെ മടി എന്ന് പറയും, 2 പിളർപ്പ് എന്ന് പറയും, 3 യാതനാസ്ഥലം, 4 അഗാധകൂപം, 5 ഇരുട്ടറ, 6 നരകം. ഇതെല്ലാം പാതാളത്തിലുള്ളതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം അധികാരം എനിക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്തിന്റെയും പിളർപ്പിന്റെയും യാതനാ സ്ഥലത്തിന്റെയും അഗാധകൂപത്തിന്റെയും ഇരുട്ടറയുടെയും നരകത്തിന്റെയും ഒക്കെ മേൽ അധികാരമുള്ളത് എനിക്കാണ്. സർവ അധികാരവുമുള്ള കർത്താവ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മോട് വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സകലത്തിന്റെയും അധികാരം ഉണ്ട് എന്നാണ്. എന്റെ കൈവശമുണ്ട്, താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന് വെച്ചാൽ അതിന്റെ സമ്പൂർണ്ണ അധികാരം എനിക്കാണ്. അത് പിതാവായ ദൈവം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുക സകല അധികാരവും. അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22, 27 വായിക്കുമ്പോൾ സകല അധികാരവും ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സകല അധികാരവും ന്യായവിധിക്കുള്ള അധികാരവും എല്ലാം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അതാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും 19-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. അത്രയും മതി. നമ്മള് ഏത് പുസ്തകം പഠിച്ചാലും നമ്മൾ ആ പുസ്തകത്തെ വിഭജിച്ചാണ് പഠിക്കുന്നത്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ വിഭജിക്കേണ്ട, അത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ, അതിൽ തന്നെ ഈ 19-ാം വാക്യത്തിൽ ഈ പുസ്തകത്തിന്റെ വിഭജനം. അത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നീ കണ്ടതും ഇപ്പോഴുള്ളതും മേലാൽ സംഭവിക്കാനുള്ളതും എന്ന് വായിക്കുന്നുണ്ട്. അതിനെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. നീ കണ്ടത്, ഇപ്പോൾ കണ്ടത് എന്താ? യോഹന്നാൻ തേജോമയനെ കർത്താവിനെ, അഥവാ 1-ാം അധ്യായം. നീ കണ്ടത് എന്ന് പറയുന്ന 1-ാം അധ്യായം. ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് എഴുതുന്ന സമയത്തുള്ള സ്ഥലം സഭകൾ. അതാണ് ആ 7 സഭകൾക്കുള്ള ദൂതനെയാണ് ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത്. 4-ാം അധ്യായം മുതൽ പിന്നെ 22-ാം അധ്യായം വരെ നമ്മൾ കാണുന്നത് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഈ പുസ്തകത്തെ 3-ആയി വിഭജിച്ചിരിക്കുന്നു എന്ന് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുകയാണ്. എന്നാൽ നമ്മൾ മറ്റ് ഇംഗ്ലീഷ് പരിഭാഷയും നേരിട്ടുള്ള പരിഭാഷകളൊക്കെ പരിശോധിക്കാമെങ്കിൽ ശരിക്കും അത് നീ കണ്ടത് എഴുതുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുള്ളത്? 2 കാര്യങ്ങൾ. ഒന്ന് ഇപ്പോഴുള്ളത്, മറ്റൊന്ന് മേലാൽ സംഭവിക്കാനുള്ളത്. എന്താണ് ഇപ്പോഴുള്ളത്? 3-ാം അധ്യായം വരെ ഇപ്പോഴുള്ള കാര്യങ്ങളാണ്. 4 മുതലുള്ളത് മേലാൽ സംഭവിക്കാനുള്ളത്. അങ്ങനെ ചിന്തിക്കാം, ഏത് തരത്തിൽ ചിന്തിച്ചാലും കുഴപ്പമില്ല, പഠനമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 20-ാം വാക്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, ഒന്ന് വായിച്ച് വിടാം. 20-ാം വാക്യം വായിച്ചാട്ടെ. എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മുകളിൽ നമ്മൾ പഠിച്ചു വന്നപ്പോൾ ഈ 7 നിലവിളക്ക് 7 സഭകളാകുന്നുവെന്നും കർത്താവിന്റെ കയ്യിലിരിക്കുന്ന നക്ഷത്രങ്ങൾ വിശ്വാസികളാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ചിന്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അത് വിശദീകരിക്കേണ്ടതായിട്ട് ഇല്ല. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നമുക്ക് 1-ാം അധ്യായം 2 ക്ലാസ് കൊണ്ടാണ് തീർക്കാനായിട്ട് സാധിച്ചത്. ഒരുപാട് വിശദീകരിച്ചില്ല, എങ്കിലും അത്യാവശ്യം ആവശ്യമുള്ള വിശദീകരണങ്ങൾ പറയാൻ കർത്താവ് സഹായിച്ചു. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് തേജോമയനായ കർത്താവിനെ കാണുക എന്നുള്ളതും ആ കർത്താവിന്റെ കാൽക്കൽ വീഴുക എന്നുള്ളതുമാണ്. കർത്താവ് അതിന് വരുന്ന ആൾ നമ്മെ സഹായിക്കട്ടെ. തിരുഹിതമായാൽ നമ്മൾ അടുത്ത ആഴ്ച 2-ാം അധ്യായത്തിന്റെ ആദ്യ എഫെസോ സഭയ്ക്കുള്ള ദൂത് മുതൽ നമ്മൾ പഠിച്ചു പോകും. കർത്താവ് അതിനെല്ലാ കൃപയും നമുക്ക് തരട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. സംബന്ധിച്ച എല്ലാവർക്കും, തിരക്കിനിടയിൽ ബന്ധപ്പാടിനിടയിൽ സംബന്ധിച്ച സകലർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നിലയിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ബന്ധപ്പാടുകളുടെ ഇടയിലും എല്ലാവരും കൂടി വരുവാനും ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാനും കർത്താവ് സഹായിച്ചുവല്ലോ. ദൈവദാസനെയും കർത്താവ് ഇത്രത്തോളം ഉപയോഗിക്കാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. തുടർമാനം പഠിച്ചു വരുന്ന വിഷയത്തിന്റെ പ്രാരംഭമായിട്ട് ആമുഖം എന്നവണ്ണം ഈ 2 ക്ലാസ്സുകളെ നമുക്ക് കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ദൈവദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ. സഭയുടെ പേരുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവവചനത്തിന്റെ
അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അവന്റെ കാൽക്ക് വീഴുവാനും അവനെ കാണുവാനും ഒക്കെയും കർത്താവ് നമുക്ക് ഭാഗ്യം ഒരുക്കട്ടെ. അതിനായി പ്രത്യാശയോടുകൂടി നമുക്ക് നിലകൊള്ളുവാൻ ഈ നാളുകളിൽ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഗിന്നർ ബ്രദർ ഇപ്പോൾ ശബ്ദപുറത്ത് പ്രാർത്ഥിക്കുകയും ദൈവദാസൻ ജോൺ മാത്യു ആശീർവാദത്തോടുകൂടി നമ്മുടെ ഈ യോഗം അവസാനിപ്പിക്കുകയും ചെയ്യും. സ്നേഹവാനും പരിശുദ്ധ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ അല്പസമയം ദൈവവചനം പഠിപ്പാനും ദൈവമേ പ്രാർത്ഥിപ്പാനും തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഇന്ന് കടന്നു വന്ന് എല്ലാവരും ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പഠിപ്പിക്കാൻ ദൈവമേ കടന്നു വന്ന് ദൈവദാസനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കർത്താവേ, അത് അദ്ദേഹത്തിലൂടെ കേട്ട വചനങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ നീ അവിടെ സഹായിക്കുമാറാകണമേ. ദൈവവചനം പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ നീ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ദൈവമേ ദൈവവചനം കൂടുതലായി പഠിപ്പാനും അതിനും പ്രകാരം ജീവിപ്പാനും ഞങ്ങൾ ഓരോരുത്തരും അവിടെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇതിനവസരം ഒരുക്കിയ ദൈവമേ ദൈവസഭയെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവത്തിൻ്റെ ദൂതന്മാരാൽ ഞങ്ങൾ ഓരോരുത്തരും കാവൽ ചെയ്യുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും ഇന്ന് രാത്രി കേട്ട ദൂതനോടുകൂടെയും പുലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോട് കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിനിടാതെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ആ ദൈവത്തിന്റെ വലിയ കരുണയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവജനത്തോടുമുള്ള നന്ദിയ സ്നേഹത്തെയും ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസിനോടുള്ള നന്ദിയ സ്നേഹത്തെയും ഇന്ന് രാത്രിയിൽ അറിയിക്കട്ടെ. ഐശ്വര്യമായി കർത്താവിന്റെ വചനം സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടും തന്നെ എന്താ പറയുക, മടുപ്പ് കൂടാതെ നമുക്ക് ഈ കഴിഞ്ഞ 1.5 മണിക്കൂർ സമയം നമുക്ക് ദൈവസ്ഥാനിൽ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അതിനായി ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. എല്ലാവർക്കും വന്ദനം. മാറാനാഥ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതിനായി ഒരുങ്ങാം, അതിനായി പ്രവർത്തിക്കാം. കർത്താവ് എല്ലാവരും ധാരാളമായി സഹായിക്കട്ടെ. May God bless you. Thank you. ആമേൻ. Amen.